ഓക്കെ മക്കളെ, സോ നമുക്ക് ഇന്നെടുക്കാവുന്ന ടോപ്പിക്ക് യൂണിഫോം ആക്സലറേഷൻ ആണ്. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ PDF കിട്ടിയതാണ്. അതുപോലെ മെയിൻലി ആപ്ലിക്കേഷൻ ഓഫ് കാൽക്കുലസ് ആണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ വായിച്ചു മക്കളെ, ആൻസറിലേക്ക് എത്തിച്ചേർന്നേ. In a straight line motion, the distance traveled is proportional to. So distance traveled x is proportional to എന്താ പറഞ്ഞിരിക്കുന്നത്? സ്ക്വയർ റൂട്ട് ഓഫ് ടൈം ടേക്കൺ. സോ റൂട്ട് ടി എന്ന് പറയുന്നുണ്ട്. അതായത് എക്സ് പ്രൊപ്പോർഷണൽ ടു ടി റേസ് ടു 1/2 ആണ്. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ദ ആക്സലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് പ്രൊപ്പോർഷണൽ ടു. സോ ആക്സലറേഷൻ ആർക്ക് പ്രൊപ്പോർഷണൽ ആണ്? മക്കളെ, ഇത്രയും ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അതുപോലെ ഇക്വേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക, അത് മാത്രം ആലോചിച്ചാൽ മതി. സോ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്തേ. അപ്പോൾ നമുക്ക് വി പ്രൊപ്പോർഷണൽ ടു കിട്ടും. എത്ര കിട്ടും? നമുക്കറിയാം, ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? പവറിൻ്റെ കൂടെ ഒന്ന് കുറയത്തില്ലേടാ. സോ ഹാഫിൻ്റെ കൂടെ ഒന്ന് കുറച്ചേ. അപ്പോൾ നിങ്ങൾ പറയും സർ ഹാഫ് -1 എത്ര കിട്ടും? -1/2 എന്ന് കിട്ടും. സോ ടി റേസ് ടു -1/2. മക്കളെ, ഈ കാര്യം മനസ്സിലായോ? ആക്സലറേഷൻ വീണ്ടും എന്ത് ചെയ്യും? പവറിൻ്റെ കൂടെ ഒന്ന് കുറയ്ക്കും. അപ്പോൾ അതാണ് ഇത് -1/2 ആണ്. ഒന്ന് കുറയ്ക്കും, -3/2. സോ ടി റേസ് ടു -3/2. സോ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? ആക്സലറേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി റേസ് ടു -3/2 ആണ്. നമ്മുടെ ഓപ്ഷൻ എല്ലാം വി ഓപ്ഷൻ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വിയിലേക്ക് ഇക്വേറ്റ് ചെയ്യാൻ നോക്കും. സോ ആദ്യമേ ഡിഫറൻഷിയേറ്റ് ചെയ്യും, പിന്നെ ഇക്വേറ്റ് ചെയ്യും. സോ എന്ത് ചെയ്യും? നമ്മൾ വിയുടെ ഇക്വേഷൻ എഴുതും. സോ വി പ്രൊപ്പോർഷണൽ എന്താണ്? ടി റേസ് ടു -1/2 ആണ്. സോ ഞാൻ ഇവിടെ ആണെങ്കിൽ ഒരു എന്നിട്ട് കൊടുക്കണം. ഇവിടെ ആണെങ്കിൽ നോക്ക്, ടി റേസ് ടു ഇവിടെയാണെങ്കിൽ ടി റേസ് ടു എത്രയാണ്? -3 ഉണ്ട്. ഇവിടെ -1 ഉള്ളൂ. സോ എന്ത് ചെയ്യും നിങ്ങൾ? ഇവിടെയും ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, പവറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ പവറിനെ ഇവിടെയും ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇവിടെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ വി ക്യൂബ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി റേസ് ടു -3/2. അപ്പം ഇതും സെയിം അല്ലേടാ. അപ്പം ആക്സലേഷൻ പ്രൊപ്പോർഷണൽ ടു വി ക്യൂബ് എന്ന് വരും. പറഞ്ഞേ മക്കളെ, മനസ്സിലായോ? ഓക്കെ, സൂപ്പർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കേ. എ കാർ ഈസ് മൂവിങ് വിത്ത് എ സ്പീഡ് യു. സോ കാർ വരയ്ക്കാൻ നമുക്ക്. ഒരു കാർ ഉണ്ടടാ, ഒരു കാർ ഉണ്ട്. അതിന്റെ സ്പീഡ് എത്രയാണ്? യു എന്ന സ്പീഡിലാണ് പോണത്. ഡ്രൈവർ ഓഫ് ദ കാർ സീസ് റെഡ് ട്രാഫിക് ലൈറ്റ്. ഹിസ് റിയാക്ഷൻ ടൈം. മക്കളെ, റിയാക്ഷൻ ടൈം എന്ന് പറഞ്ഞാൽ ആക്ഷന് മുന്നേ ഉള്ള ടൈമാണ് റിയാക്ഷൻ ടൈം. സോ ഒരു ആക്ഷൻ ചെയ്യുന്നതിന് മുന്നേ ഉള്ള സമയമാണ് റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. ഈസ് ടി. റിയാക്ഷൻ ടൈം എത്രയാണ്? സോ ടി സമയത്തേക്ക് അയാൾ ഒന്നും ചെയ്തിട്ടില്ല. സോ അദ്ദേഹം ലൈറ്റ് കണ്ടു, റെഡ് ലൈറ്റ് കണ്ടു, ടി സമയത്തേക്ക് അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. അതാണ് റിയാക്ഷൻ ടൈം ഉദ്ദേശിക്കുന്നത്. ദെൻ ഫൈൻഡ് ഔട്ട് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കാർ ആഫ്റ്റർ ദ ഇൻസ്റ്റന്റ് ദ ഡ്രൈവർ ഡിസൈഡ് ടു അപ്ലൈ ബ്രേക്ക്. സോ എന്താണ്? നമ്മൾ കാറ് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ കാറ് മുന്നോട്ട് പോയി എന്ത് ചെയ്യും? കാറ് നിൽക്കും. അങ്ങനെയെങ്കിൽ എന്തുമാത്രം ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്തത്? റിട്ടാർഡേഷന്റെ വാല്യൂ ഉണ്ട്, എ ആണ് എന്ന് പറയുന്നുണ്ട്. സോ ഇവിടെയാണെങ്കിൽ നമുക്കാണെങ്കിൽ ഇതിന് 2 സെക്ഷൻ ഉണ്ട്. യു എന്ന വെലോസിറ്റിയിൽ യൂണിഫോം മോഷൻ സഞ്ചരിക്കുന്ന കാറായിരുന്നു. അത് എത്ര സമയത്തേക്ക് സഞ്ചരിക്കും? നിങ്ങൾ പറയും സർ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് വരെ എന്താണത്? യൂണിഫോം മോഷനിലാണ്. സോ ടി സമയത്തേക്ക് എന്താണത്? യൂണിഫോം മോഷനിലാണ്. മക്കളെ, ഈ കാര്യം മനസ്സിലായോ? ടി സമയത്തേക്ക് ഇത് യൂണിഫോം മോഷനിലാണ്. അങ്ങനെയെങ്കിൽ ടി സമയത്തേക്ക് എത്ര ദൂരം സഞ്ചരിച്ചു? യൂണിഫോം മോഷൻ, ഇത് യൂണിഫോം മോഷൻ ആണ്. യൂണിഫോം മോഷന്റെ ഇക്വേഷൻ എന്താണ്? നിങ്ങൾ പറയും ഡിസ്പ്ലേസ്മെന്റ് വിച്ച് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. സോ ഇവിടെയാണെങ്കിൽ S1 വിച്ച് ഈസ് ഈക്വൽ ടു വെലോസിറ്റി u ആണ്, ടൈമിന്റെ വാല്യൂ t ആണ്. ഇനി കാർ നിൽക്കും, ശരിയല്ലേ? ഇനി എന്ത് ചെയ്യും? കാറ് കുറെ ദൂരം സഞ്ചരിച്ച് എന്ത് ചെയ്യും? അത് നിൽക്കും. അതെന്താണ്? റിട്ടാർഡേഷൻ ആണ്. സോ ഇതെന്താണ്? റിട്ടാർഡേഷൻ ആണ്. കാര്യം എന്താണ്? ഇവിടെയാണെങ്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്തു തുടങ്ങി.
അപ്പോൾ ടി റിയാക്ഷൻ സമയം കഴിഞ്ഞാൽ എന്ത് ചെയ്യും അദ്ദേഹം? ബ്രേക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങും. സോ അങ്ങനെയെങ്കിൽ പറഞ്ഞേ വി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് ആണ്, മൈനസ് 2as. നമുക്കിത് S2 ആണെന്നറിയാം. അത്രയും ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. S1 പ്ലസ് S2 നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വിന്റെ വാല്യൂ 0 ആണ്. ഇതിന് ഇവിടെ കൊണ്ടുപോവാ 2as2 വിച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ. ഇനിയാണെങ്കിൽ S2 വിച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ഡിവൈഡ് ബൈ എത്രയാണ്? 2a. അങ്ങനെയെങ്കിൽ പറഞ്ഞിടാ മക്കളെ, S1 പ്ലസ് S2 എത്രയാണ്? ആകെ ദൂരം എത്രയാണ്? നിങ്ങൾ പറയും സാർ അത് S1 എത്രയാണ്? അത് ut ആണ്. പ്ലസ് S2 എത്രയാണ്? യു സ്ക്വയർ ഡിവൈഡ് ബൈ 2a ആണ്. പറയത്തില്ലേ? ഓപ്ഷൻ ഏതാ മക്കളെ? ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ഓപ്ഷൻ. പറഞ്ഞോ. എന്താ മക്കളെ? കേട്ടില്ല. നോക്ക്. ഇവിടെ മൈനസ് എടുക്കാൻ കാരണം കാറ് മുന്നോട്ട് പോവുകയാണ്. സോ വെലോസിറ്റി മുന്നോട്ടാണ്, പക്ഷേ ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ആക്സലേഷൻ എങ്ങോട്ടാണ്? ബാക്കിലേക്കാണ്. സോ നമ്മൾ ബോഡി എങ്ങോട്ടാണോ മോഷൻ, ആ ഡയറക്ഷൻ ആയിരിക്കും നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തിരിക്കുന്നത്. അതിന് എതിരെ വരുന്നത് നമ്മൾ എന്തായിട്ടും നെഗറ്റീവായിട്ട് കണക്കാക്കും. അതുകൊണ്ടാണ് റിട്ടാർഡേഷനിൽ ആക്സലറേഷൻ നെഗറ്റീവ് ആയത്. മക്കളെ മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായല്ലോ? ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. An elevator is accelerating upward at a rate of ഫീറ്റിലാണ് തന്നിരിക്കുന്നത്. സോ ഇത് എലിവേറ്റർ ആണ്. ഈ എലിവേറ്ററിന് ആക്സലറേഷൻ ഉണ്ട് അല്ലേ? എത്ര ആക്സലറേഷൻ? അപ്വേർഡ് ആക്സലറേഷൻ ആണ്. ആക്സലറേഷൻ മുകളിലേക്കാണ്. എത്രയാണ്? 6 feet per second square. പിന്നെ ആക്സലറേഷൻ ഉണ്ട് മുകളിലേക്ക്. പിന്നെന്താ പറഞ്ഞേ? when a bolt from the സീലിംഗിൽ ഒരു ബോൾട്ട് ഉണ്ട്, ഉണ്ടോ? is fall to the floor of the lift. ഇപ്പം എന്ത് ചെയ്യും? ഇത് താഴേക്ക് വീഴുകയാണ്. ഈ ഡിസ്റ്റൻസ് 19 feet എന്നും പറയുന്നുണ്ട്. സോ ഡിസ്റ്റൻസിന്റെ വാല്യൂ d which is equal to 19 feet. the time taken by the time taken by the falling bolt to hit the ഇതിന്റെ ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ മക്കളെ ശ്രദ്ധിക്കണം. ഇവിടെയാണെങ്കിൽ ഇവിടെ ഒരു ബോൾട്ട് ആണെങ്കിൽ താഴേക്ക് വീഴുകയാണ്. ലിഫ്റ്റിന് ആക്സലറേഷൻ ഉണ്ട്. മക്കളെ ഒരു ബോഡിയുമായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുമ്പോൾ മാത്രമേ ആ ബോഡിയുടെ ആക്സലറേഷൻ അറ്റാച്ച് ചെയ്ത വസ്തുവിന് കിട്ടുകയുള്ളൂ. അതായത് ലിഫ്റ്റിനാണെങ്കിൽ ലിഫ്റ്റിന് എന്തുണ്ട്? ആക്സലറേഷൻ ഉണ്ട്. കറക്റ്റാണ്. ആക്സലറേഷൻ എങ്ങോട്ടാണ്? മുകളിലേക്കാണ്. അതും കറക്റ്റാണ്. പക്ഷേ ലിഫ്റ്റിൽ നിന്നും ഈ ബോട്ട് അടർന്ന് താഴേക്ക് വീണ് കഴിഞ്ഞാൽ ലിഫ്റ്റിന്റെ ആക്സലറേഷൻ ആർക്ക് കിട്ടുകയില്ല? ബോൾട്ടിന് കിട്ടുകയില്ല. ഈ കാര്യം മനസ്സിലായോ? അപ്പം ഇവിടെയാണെങ്കിൽ ബോൾട്ടിന് കിട്ടുകയില്ല. ശ്രദ്ധിക്കണം. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമാണ്. പക്ഷേ ലിഫ്റ്റ് എന്ത് ചെയ്യും മക്കളെ? ഇവിടെ രണ്ട് ബോഡിയാണ്. നമ്മൾ പുറത്തുനിന്ന് കാഴ്ച കാണുകയാണ്. ലിഫ്റ്റിന് മുകളിലേക്ക് ആക്സലേഷൻ ഉണ്ട്. ലിഫ്റ്റിന്റെ ആക്സലേഷൻ ആണ് A. നമ്മുടെ ബോഡിക്ക് താഴേക്ക് ആക്സലേഷൻ ഉണ്ട്. നമ്മുടെ ബോഡി ആക്സലേഷൻ ആണ് G. സോ റിലേറ്റീവ് ആക്സലറേഷൻ ഓപ്പോസിറ്റ് സൈഡിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? ആഡ് ചെയ്യണം. ആക്സലറേഷൻ റിലേറ്റീവ് വിച്ച് ഈസ് ഈക്വൽ ടു G plus A എന്ന് വരും. മക്കളെ ഈ കാര്യം മനസ്സിലായോ? ബോഡിക്ക് ഒരിക്കലും ആക്സലറേഷൻ കിട്ടത്തില്ല. പക്ഷേ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ലിഫ്റ്റിന്റെ ആക്സലറേഷൻ ആർക്ക് കിട്ടും? സ്യൂഡോ ഫോഴ്സ് ഒക്കെ പിന്നെ പഠിക്കാം. പക്ഷേ ആണെങ്കിൽ ഇവിടെ ഇത്രയും മനസ്സിലാക്കുക, രണ്ട് ബോഡി ഓപ്പോസിറ്റ് ആയിട്ട് സഞ്ചരിക്കുകയാണ്. ഉറപ്പായിട്ടും എന്ത് ചെയ്യും? ആക്സലറേഷൻ G plus A ആയിട്ട് മാറും. സോ വിച്ച് ഈസ് ഈക്വൽ ടു ജിന്റെ വാല്യൂ 32 എന്ന് പറയുന്നുണ്ട്. സോ 32 പ്ലസ് അടുത്തത് 6 വിച്ച് ഈസ് ഈക്വൽ ടു 38 മീറ്റർ അല്ല, ഫീറ്റ് പെർ സെക്കൻഡ് സ്ക്വയർ. സോ ആക്സലറേഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനിഷ്യലി ഇതെല്ലാം അനങ്ങാതിരിക്കുകയാണ്. സോ ഇനിഷ്യലി റിലേറ്റീവ് വെലോസിറ്റി ഇനിഷ്യൽ എത്രയാണ്? 0 ആണ്. ലിഫ്റ്റും അനങ്ങാതിരിക്കുകയാണ്, ബോൾട്ടും അനങ്ങാതിരിക്കുകയാണ്. സോ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? മനോഹരമായിട്ട് നമ്മുടെ
കണക്കിലേക്ക് പോവാം, മനോഹരമായിട്ട് കണക്കിലേക്ക് പോവാം. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എസിൻ്റെ വാല്യൂ നമുക്കറിയാം 19 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു യുവിൻ്റെ വാല്യൂ 0 ആണ്, പ്ലസ് ഹാഫ് എ എത്ര മക്കളെ 38 ഇൻറ്റു ടി സ്ക്വയർ. സോ ഞാൻ ഇതിനെ ഇങ്ങോട്ട് മാറ്റി എഴുതാം, പറഞ്ഞേടാ 19 വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 38 ഇൻറ്റു ടി സ്ക്വയർ. നമുക്ക് ആരെയും ക്യാൻസൽ ചെയ്യാം. അപ്പം 19 കിട്ടും, ഇത് ടീന്ന് കിട്ടും, എത്ര 1 കിട്ടും അല്ലേ, സിമ്പിളാണ്, വെട്ടിക്കളഞ്ഞാൽ 19 കിട്ടത്തുള്ളൂ. സോ ആൻസർ ടി ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ്. മക്കളെ മനസ്സിലായോ? പറഞ്ഞേ മനസ്സിലായോടാ? വളരെ ക്ലാസിക് പ്രോബ്ലമാണ്, സിമ്പിളാണ്, ആലോചിച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്തോ പറഞ്ഞോ മക്കളെ? അതെ, ഇത് താഴേക്കാണ് പോണത്, ഈ സബ്ട്രാക്ട് ചെയ്തതാണ്, മേളിലേക്കാണ് പോകുന്നത്, ആഡ് ചെയ്യേണ്ടി വരും. ഈ പ്രോബ്ലം പല രീതിയിൽ ചെയ്യാം, പക്ഷെ ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് ഈ രീതിയാണ്. ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ റിലേറ്റീവ് മോഷൻ എടുക്കാൻ നേരത്ത് ധാരാളം ക്വസ്റ്റ്യൻസ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്ത് തരാം കേട്ടോ. ഇവിടെ യൂണിഫോം ആക്സലേഷൻ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇട്ടത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടേ എന്ന് കാണിച്ചു തരുവാണ്. ഓക്കെ, ശരി മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയണേ? അത് സിമ്പിൾ ക്വസ്റ്റ്യൻ, അതിന് ആൻസർ പെട്ടെന്ന് പറഞ്ഞു തന്നേ. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആടാ. ദ വേരിയേഷൻ ഓഫ് ക്വാണ്ടിറ്റി പി with a quantity q plotted in a given figure describe motion of particle in a straight line. അങ്ങനെയെങ്കിൽ താഴെ പറയുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പറയാണ് ക്യൂ മേ ബി അല്ലെങ്കിൽ മേ റെപ്രസെന്റ് ടൈം. ഓക്കെ, അത് ശരിയാവാം, ക്യൂവിന് ടൈം ആയിക്കൂടെ, ഒരു കുഴപ്പമില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏതോ ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്, എന്നിട്ട് ഇവിടെ പി എന്ന് എഴുതി, എന്നിട്ട് ക്യൂ എന്ന് എഴുതി, എന്നിട്ട് ഗ്രാഫിന്റെ ഷേപ്പ് ഇങ്ങനെയെന്നും പറഞ്ഞു, എന്നിട്ട് പറയുകയാണ് താഴെ പറഞ്ഞതിൽ ഏതാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ്. ഇതാണ് ക്വസ്റ്റ്യൻ. മക്കളെല്ലാവർക്കും ക്വസ്റ്റ്യൻ മനസ്സിലായോ? എന്തോ ഒരു ഗ്രാഫ് വരച്ചിട്ട് അവർ ചോദിക്കുകയാണ്, എന്നിട്ട് പറയുകയാണ് ഫസ്റ്റിന്റെ ഓപ്ഷൻ എന്താണ്, ഇവിടെ ടി ആയിക്കൂടെ എന്ന് നമ്മൾ ചോദിക്കുക. മേ റെപ്രസെന്റ് ടൈം, ആയിക്കോട്ടെ, അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. പി ഈസ് വെലോസിറ്റി, പി വെലോസിറ്റി ആവുന്നു കേട്ടോ, പി വെലോസിറ്റി ആവും ഇഫ് ദ മോഷൻ ഈസ് യൂണിഫോം. തെറ്റാണത്. പി വെലോസിറ്റി ആവണമെങ്കിൽ ഗ്രാഫ് എങ്ങനെ വരും? വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കണം, കാര്യം യൂണിഫോം മോഷൻ ആണെങ്കിൽ. സോ യൂണിഫോം മോഷൻ ആണെങ്കിൽ, മോഷൻ ഈസ് യൂണിഫോം ആണെങ്കിൽ വി ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആവാൻ പാടില്ല. സോ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലായി, ഇതാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ്. മക്കളെ കാര്യം മനസ്സിലായോ? ബാക്കി സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വായിച്ചു നോക്ക്. പി ഡിസ്പ്ലേസ്മെന്റ് ആണ്, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ കറക്റ്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ ഇത് ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ കറക്റ്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് യൂണിഫോം മോഷൻ എങ്ങനെയാണ്? യൂണിഫോം മോഷനിലാണെങ്കിൽ കോൺസ്റ്റന്റ് വെലോസിറ്റി, സ്ലോപ്പ് കോൺസ്റ്റന്റ് ആയിരിക്കും, കറക്റ്റ് ആണ്. പി മേ ബി വെലോസിറ്റി ഇഫ് ദ മോഷൻ ഈസ് യൂണിഫോം ആക്സലേഷൻ. ഇത് വി ആണെങ്കിൽ ഇത് യൂണിഫോം ആക്സലേഷൻ, അതും കറക്റ്റ് ആണ്. യൂണിഫോം ആക്സലേഷൻ സ്ലോപ്പ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഇത് മാത്രമാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ്. മക്കളെ ഇത് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ തംസപ്പ് അടിച്ചിടാം. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ ഒരു കുഞ്ഞു ക്വസ്റ്റ്യനാ. നിങ്ങൾ NCERT-ൽ ഇതൊരു മോഡൽ കണ്ടതുകൊണ്ട് ഞാൻ എടുത്തിട്ടതാണ്. ഓക്കെ, NCERT-ൽ സെയിം ഒരു മോഡൽ കിടക്കുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ NCERT-ൽ സോൾഡ് എക്സാമിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ ചെറിയ ക്വസ്റ്റ്യൻ ചെയ്യാതെ വലിയ ക്വസ്റ്റ്യൻ പിടിച്ച് നിങ്ങൾ പറയുകയും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ടത്. പറഞ്ഞേ, പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. ക്വസ്റ്റ്യൻ എന്തുവാണ്? എ കാർ ഈസ് മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ OP as shown in figure. It moves from O to P. അപ്പോൾ നമുക്ക് അതിനെ ഓരോന്നിനെ മാറ്റി എഴുതാം. O to P, OP എത്രയാണത്? 360 മീറ്റർ ആണ് ഇല്ലേ? അടുത്തെന്താണ്? O to P in 18 സെക്കൻഡ്. എത്ര സമയമുണ്ട്? 18 സെക്കൻഡ്. റിട്ടേൺ ടു P to Q, P എന്ന് Qയിലേക്ക് വന്നു. സോ P എന്ന് Qയിലേക്ക് വന്നു. എത്രയാണ് P എന്ന് Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 നിന്ന് നമുക്ക് 240 സബ്ട്രാക്ട് ചെയ്യണം. നമുക്ക് 120 കിട്ടും.
ഇല്ലേ? 120 കിട്ടും. 120 120 മീറ്റർ കിട്ടും. എത്ര സമയം കൊണ്ടാണ്? പി ടു ക്യൂ ഇൻ 6 സെക്കൻഡ്, 6 സെക്കൻഡ് കൊണ്ട്. ഓക്കെ, പിന്നെന്ത് ചെയ്തു? പിന്നെയാണെങ്കിൽ പിന്നൊന്നും ചെയ്തില്ല, അവിടെ വരെ നിൽക്കുകയാണ്. അല്ല, Q2. സോ Q2 Q2O ഉണ്ട്. Q2 എത്രയാണ്? Q2 240 ആണ്. അതിനാവശ്യമായ സമയം എത്രയാണ്? 10 സെക്കൻഡ്. ഓക്കെ, അങ്ങനെയെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? പറഞ്ഞേ, ഏ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? ആൻസർ പെട്ടെന്ന് പറഞ്ഞു തന്നേ. ഏ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്. പാടാ. ഓക്കെ, നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് എടുക്കാം. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വേണ്ടേ? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് വേണ്ടത്. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണം. എവിടുന്നാണ്? O to P ആൻഡ് ബാക്ക് ടു Q. സോ O to P, average speed which is equal to O to P back to Q. സോ O നിന്ന് P പോണം, Oയിൽ നിന്നും Pയിൽ പോണം, പിന്നെ Pയിൽ നിന്ന് Qയിലേക്ക് വരണം. എന്താണ് വേണ്ടത്? ആവറേജ് സ്പീഡ് അല്ലേ വേണ്ടുന്നത്? സോ എല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പൊ എത്രയാണ്? O to P ആണെങ്കിൽ 360 ഉണ്ട്, പ്ലസ് P to Q ആണെങ്കിൽ 120 ഉണ്ട്, ഡിവൈഡ് ബൈ 18 പ്ലസ് 6, വിച്ച് ഈസ് ഈക്വൽ ടു 200 അല്ലോ, 45 80 24. കിട്ടിയ മക്കളെ? 20. അത് തന്നെ ആൻസർ. ആൻസർ സിമ്പിൾ. പറഞ്ഞേ, മനസ്സിലായോ ഇല്ലയോ? മനസ്സിലായെങ്കിൽ തംസപ്പ് അടിച്ചേ. മനസ്സിലായെങ്കിൽ തംസപ്പ് അടിച്ചേ. സോ ആൻസർ സിമ്പിൾ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ആൻസർ ആയിരുന്നു. ഓക്കെ, ശരി. മാച്ച് ദ ഫോളോയിങ്. പെട്ടെന്ന് പറഞ്ഞേ, ഇതിന് ആൻസർ പെട്ടെന്ന് പറഞ്ഞേ. മാച്ച് ദ ഫോളോയിങ് ഏത് ഓപ്ഷനാണ്? മാച്ച് ദ ഫോളോയിങ് പെട്ടെന്ന്. ഇതൊക്കെ കുഞ്ഞിക്കാര്യമാണ്, 10 സെക്കൻഡ് എടുക്കുന്ന കാര്യമാണ് അതൊക്കെ. ഓപ്ഷൻ 2 B. ഓക്കെ, അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? സമയം കളയണ്ട, ഉണ്ടാ ചോദിക്കുന്നത്. അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഈ പറഞ്ഞേ, ഞാൻ അത് പറഞ്ഞു തരാം. ഓക്കെ, ഓപ്ഷൻ 3 എന്താ പറയുന്നത്? ദ ആവറേജ് സ്പീഡ് ഓഫ് ദ കാർ ഈസ് ഗോയിങ് ഫ്രം O to P ആൻഡ് കം ബാക്ക് ടു O. സോ O to P, Oയിൽ നിന്നും Pയിലേക്ക് പോവുകയാണ്. അതിന് ശേഷം എന്ത് ചെയ്യും? കം ബാക്ക് ടു O, തിരികെ വരികയാണ്. അപ്പം എത്രയാണ്? 360. അങ്ങോട്ട് പോകുമ്പോൾ 360 ആണെങ്കിൽ തിരികെ വരുമ്പോഴും 360 ആണ്. സോ 360 പ്ലസ് 360 ആണ് ആകെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അല്ലേ? അങ്ങോട്ട് പോകാൻ ആവശ്യമായ സമയം നമ്മുടെ കയ്യിലുണ്ട്. അങ്ങോട്ട് പോകാൻ ആവശ്യമായ സമയം 18 ആണ്. തിരിച്ചു വരാനായിട്ട് 6ഉം 10ഉം 16 എടുക്കും. അപ്പൊ അങ്ങോട്ട് പോകും 18 എടുക്കും, തിരിച്ചു വരാൻ 16 എടുക്കും. അങ്ങനെയെങ്കിൽ അതിന്റെ വെലോസിറ്റി എത്രയാണെന്നാ പറഞ്ഞേക്കുന്നത്? സ്പീഡ് 20 മീറ്റർ പെർ സെക്കൻഡ് ആണെന്നാ പറഞ്ഞേക്കുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇതൊരിക്കലും 20 കിട്ടത്തില്ല, നമുക്കറിയാം. കിട്ടുമോ? 360 പ്ലസ് 360 ഡിവൈഡ് ബൈ എത്രയാണിത്? 18. 360 പ്ലസ് 360 ഡിവൈഡ് ബൈ 18 പ്ലസ് 16. എങ്ങനെ 20 കിട്ടുന്നേ? ഇല്ല, കിട്ടത്തില്ലത്. കിട്ടുമോ? അടുത്തെന്താ പറഞ്ഞേ? ആവറേജ് വെലോസിറ്റി. ഇവിടെ നിന്ന് പോയി തിരിച്ചിവിടെ വന്ന ആവറേജ് വെലോസിറ്റി എന്തായിരിക്കും? ഒന്ന് വെലോസിറ്റി ആണ്, മറ്റേത് സ്പീഡാണ്. മറ്റേ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്, മറ്റേത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. മനസ്സിലായോ? അപ്പൊ ഒന്നിനകത്താണെങ്കിൽ ഡിസ്റ്റൻസിന് വാല്യൂ കാണും, ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ എത്രയായിരിക്കും? ആവറേജ് വെലോസിറ്റി ആണ്, ഡിസ്പ്ലേസ്മെന്റ് എത്രയായിട്ട് മാറും പറഞ്ഞേ? ഇവിടുന്ന് പോയി തിരികെ ഇവിടെ എത്തുമ്പോൾ എത്രയായിട്ട് മാറും? 0 ആയിട്ട് മാറും. സോ ആവറേജ് വെലോസിറ്റി 0. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? 360 പ്ലസ് 360 ഡിവൈഡ് ബൈ പിന്നെ ഈ ആകെ സമയം. കത്തിയോ?
മക്കളെ കത്തിയോ? ഓക്കെ, സൂപ്പർടാ, സൂപ്പർ. ഇതിന് ആൻസർ എല്ലാവരും കിട്ടിയല്ലോ. ഇവിടെ ഒരാളെ ഡൗട്ട് ചോദിക്കുന്നുള്ളൂ, ഒരേ ഒരാളെ ഡൗട്ട് ചോദിക്കുന്നുള്ളൂ. മോശമാണേ. ചെയ്ത് പോകുന്നതിനല്ല കാര്യം, നിങ്ങൾ ആ ഡൗട്ട് മനസ്സിലാക്കി. ഇപ്പോൾ ഒരാൾ കാണിക്കുന്നത് ബാക്കിയും കാണിക്കണം. ഇത് കുറച്ചധികം എക്സ്ട്രാ സമയം എടുത്താലും കുഴപ്പമില്ല. ഓക്കെ, ശരി മക്കളെ, ഇത് മനസ്സിലായോ? പറഞ്ഞേ എല്ലാവർക്കും. സൂപ്പർടാ. അടുത്ത ക്വസ്റ്റ്യൻ. A particle starts moving from rest on a straight line. Its acceleration A varies with the time t shown in figure. The speed of the particle is maximum at the instant. So എവിടെയാണ് സ്പീഡ് മാക്സിമം ആകുന്നത്? ഞാനൊരു കാര്യം ചോദിക്കാൻ പോവാണ്. എന്താണ് ആക്സലേഷൻ്റെ മീനിങ് എന്താണ്? അപ്പോൾ നിങ്ങൾ പറയും, സാർ ആക്സലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയും, ഒരു ബോഡിയുടെ ആക്സലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയെ പറഞ്ഞു ഓപ്ഷൻ 4. സൂപ്പർ. അപ്പം ഓപ്ഷൻ 4 കറക്റ്റ് ആണ്. അപ്പം നോക്കി, ആക്സലേഷൻ്റെ മീനിങ് എന്താണ്? ആക്സലേഷൻ്റെ മീനിങ് വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ആക്സലേഷൻ പോസിറ്റീവ് ആണെന്ന് കരുതിക്കോ. ആക്സലേഷൻ പോസിറ്റീവ് ആണ്, 2 m/s². അതിന്റെ മീനിങ് എന്താണ്? വെലോസിറ്റി കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. എത്ര വെച്ചാൽ കൂടുന്നേ? 4 വെച്ച് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ ആണോ മക്കളെ? ഇത്രയും കാര്യം മനസ്സിലായോ? 2 വെച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മക്കളെ ഈ കാര്യം മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഇത്രയും കാര്യം എല്ലാവർക്കും മനസ്സിലായോ? ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ശരി, ഇവിടെ ഞാൻ ഗ്രാഫ് നോക്കിയപ്പോൾ ആക്സലേഷൻ ആണെങ്കിൽ പോസിറ്റീവ് വാല്യൂസ് ആണല്ലോ. അതായത് ഇവിടെ എല്ലാം വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പം വെലോസിറ്റി കുറവായിരിക്കും കൂടുന്നത്, ചിലപ്പോൾ വെലോസിറ്റി ആണെങ്കിൽ വലിയ രീതിയിൽ കൂടാം. പക്ഷേ ഇവിടെ എല്ലാം വെലോസിറ്റി എന്ത് ചെയ്യാണ്? കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരിക്കലും വെലോസിറ്റി കുറയുന്നില്ല, കാര്യം ആക്സലേഷൻ പോസിറ്റീവാണ്. ചിലപ്പോഴാണെങ്കിൽ വെലോസിറ്റി ആണെങ്കിൽ നോക്ക്, ആക്സലേഷൻ ഇവിടെ 10 ആണ് വെച്ചാൽ 10 വെച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആക്സലേഷൻ 8 ആണ് വെച്ചാൽ 8 വെച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആക്സലേഷൻ 4 ആണ്, 4 വെച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ചെറുതിലാണ് ആക്സലേഷൻ 2 ആണ്, 2 വെച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇങ്ങോട്ട് പോകുമ്പോൾ സമയം മാറുന്നതനുസരിച്ച് ആക്സലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും വെലോസിറ്റി കുറയുന്നില്ല. കണ്ടോ, ആക്സലേഷൻ പോസിറ്റീവ് ആണ്, അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ എവിടം വരെ കൂടുന്നുണ്ട്? ഈ പോയിന്റ് വരെ കൂടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഏത് പോയിന്റിലാണ് വെലോസിറ്റി മാക്സിമം? T4ലാണ് വെലോസിറ്റി മാക്സിമം. മക്കളെ കാര്യം മനസ്സിലായോ? ആക്സലേഷൻ പോസിറ്റീവിന് മീനിങ് വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലായിടത്തും ആക്സലേഷൻ പോസിറ്റീവ് ആണ്, വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഓരോ ഇൻസ്റ്റന്റിലും, ഈ പറയുന്ന ഓരോ ഇൻസ്റ്റന്റിലും ആര് കൂടിക്കൊണ്ടിരിക്കുകയാണ്? വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ കൂടി ഏറ്റവും മാക്സിമം വെലോസിറ്റി ഇവിടെ ഉണ്ടാവുന്ന നോക്ക്. നിങ്ങളൊരു അങ്ങനെ ആലോചിച്ച് നോക്കൂ. ഇതൊരു ടയറാണ്, പിന്നെ ഉരുണ്ടു പോകുന്ന ടയറാണ്. നിങ്ങളെല്ലാ ആൾക്കാരും ഈ ടയറിനെ അടിക്കാൻ പോവുകയാണ്, മുന്നേക്ക് അടിക്കാൻ പോവുകയാണ്. ഇങ്ങനെ കമ്പ് കൊണ്ട് അല്ലെങ്കിൽ വടി കൊണ്ടാണെങ്കിൽ ടയറിനെ, ഇങ്ങനെ ഉരുളുന്ന ടയറിനെ അടിക്കാൻ പോവുകയാണ്. സോ ചില ആൾക്കാർക്ക് ശക്തി കൂടുതലായിരിക്കും, വലുതായിട്ട് അടിക്കും. ചില ആൾക്കാർക്ക് ശക്തി കുറവായിരിക്കും, ചെറുതായിട്ട് അടിക്കും. എല്ലാവരും മുന്നേക്ക് അടിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? ആ ടയറിൻ്റെ സ്പീഡ് ചിലപ്പോൾ ആണെങ്കിൽ വലിയ ശക്തിയുള്ള ആളാണെങ്കിൽ ശക്തിയായിട്ട് അടിക്കുമ്പോൾ എന്ത് ചെയ്യും? സ്പീഡ് ചിലപ്പോൾ കൂടുമായിരിക്കും. പക്ഷേ സ്പീഡ് ഒരിക്കലും കുറയുന്നില്ല, എല്ലാവരും അടിച്ചുകൊണ്ടിരിക്കുകയാണ്, മുന്നോട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്പീഡിൻ്റെ റേറ്റ് പല രീതിയിലാണ് കൂടുന്നതേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഓരോ ആൾക്കാർ അടിക്കുന്നതനുസരിച്ച് ആദ്യം സ്പീഡിൻ്റെ വാല്യൂ 10. അപ്പം നോക്കി, ഇങ്ങനെ ആലോചിച്ച് നോക്കി. നമുക്കിതിനെ ഒന്ന് മക്കളിത് മനസ്സിലായില്ലെങ്കിൽ പറയണേ. മനസ്സിലായെങ്കിൽ മാത്രം തംസപ്പ് അടിച്ചേ. 3-4 പേർക്ക് മനസ്സിലായി, 5-6 എല്ലാവർക്കും മനസ്സിലായി. സൂപ്പർ. സോ ആക്സലേഷൻ പോസിറ്റീവ് ആണെങ്കിൽ വെലോസിറ്റി കൂടിക്കൊണ്ടേയിരിക്കുകയാണെന്ന് മീനിങ്. അടിപൊളി. സൂപ്പർ. മനസ്സിലാവാത്ത ആൾക്കാരാണെങ്കിൽ ചോദിക്കണം. അതിനാണ് ഞാനാണെങ്കിൽ സൂം വെക്കുന്നത്, നമ്മൾ ഇതും വെക്കാതെയാണ്, യൂട്യൂബ് ഒന്നും വെക്കാതെ ആണെങ്കിൽ ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് പറഞ്ഞാൽ സൂമിലാണ്. കാര്യം എന്തിനാ? നിങ്ങൾക്കാണെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, പബ്ലിസിറ്റി അല്ല മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ സംഭവമാണ്. ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഞാനൊരു കാര്യം പറഞ്ഞു തരാം, ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് വലിയ നിലവാരമുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല, പക്ഷെ ആണെങ്കിൽ ആൾക്കാരാണെങ്കിൽ പെട്ടുപോകും ഇത്തരം ക്വസ്റ്റ്യൻ കാണുമ്പോൾ. ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറഞ്ഞുതരാം. ഏറ്റവും നിങ്ങൾക്കുള്ള ഏത് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും ഞാൻ ഈ പറയുന്ന രീതിയിൽ മാത്രമേ അപ്രോച്ച് ചെയ്യാവൂ. ഓക്കെ, എന്താണെന്ന് പറഞ്ഞേക്കുന്നത്? ഓക്കെ, എ പാർട്ടിക്കിൾ മൂവ്സ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇറ്റ്സ് പൊസിഷൻ
ഇസ് പൊസിഷൻ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം ഈസ് ഗിവൺ ബൈ, ഓക്കെ ഇവിടെ ഫംഗ്ഷൻ ഉണ്ട്, ഞാൻ മാറ്റി എഴുതാം, എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ടി ക്യൂബ് മൈനസ് 3t² പ്ലസ് 3t പ്ലസ് 3. സോ ഇതൊരു പൊസിഷൻ ടൈം ഫംഗ്ഷൻ ആണ്. ഇതിൽ ചോദിച്ചിരിക്കുകയാണ് സ്റ്റോപ്സ് അറ്റ് ടി ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ്. സ്റ്റോപ്പ് അറ്റ് ടി ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ് ആൻഡ് റിവേഴ്സ് ഇറ്റ്സ് ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ സ്റ്റോപ്സ് അറ്റ് ടി ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ് കണ്ടിന്യൂ ഫർദർ വിത്തൗട്ട് ചെയ്യുന്ന ഡയറക്ഷൻ. പിന്നെ അതെങ്കിൽ പറയുകയാണ് 2 സെക്കൻഡ് നിൽക്കുന്നു, ചേഞ്ച് ചെയ്യുന്ന ഡയറക്ഷൻ, അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആൾക്കാർ സാധാരണ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എല്ലാവരും ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്ത് ചെയ്യുന്നറിയാം, ഇത്തരം മോഡൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആദ്യമേ അവർ ചെയ്യുന്നത് പറഞ്ഞാൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ല എവിടെയാണ് തെറ്റ് സംഭവിക്കുന്നത് പറഞ്ഞുതരാം. ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സോ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവാണെങ്കിൽ സോ വെലോസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു 3t² മൈനസ് 6t പ്ലസ് 3. ഓക്കെ ആണ്. ഞാൻ എന്ത് ചെയ്തു തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അതിന് പറഞ്ഞാണ് വെലോസിറ്റിൻ്റെ വാല്യൂ എത്രയാണ്, 0 കൊടുക്കണം. സോ നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് 3 പുറത്തെടുക്കാം. സോ വി വിച്ച് ഈസ് ഈക്വൽ ടു ഇന്ന് പുറത്തെടുത്തേ 3 പുറത്തെടുക്കുമ്പം t² മൈനസ് 3 പുറത്തെടുക്കുമ്പം 2t പ്ലസ് 3 പ്ലസ് 1. ഓക്കെ മക്കളെ, ഞാൻ എന്ത് ചെയ്തു, ഇതിൽ നിന്നാണെങ്കിൽ 3 പുറത്തെടുത്തു. ഞാൻ പറയുന്നത് വെലോസിറ്റി 0 എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ വീണ്ടും വേണമെങ്കിൽ ഇതിനെ വേണ്ടി നമുക്ക് ചെറിയ ഭാഷയിൽ പറയാം. എന്താണ് ഇത്, t-1 ദ ഹോൾ സ്ക്വയർ ആണ്. സോ വി വിച്ച് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു t-1 ദ ഹോൾ സ്ക്വയർ, ഇങ്ങനെയും പറയാം. ഓക്കെ ആണ്. ഇഫ് വി ഈസ് ഈക്വൽ ടു 0, വിന്റെ വാല്യൂ മക്കളെ ഞാൻ ഈ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? നെറ്റ് പോയിട്ടൊന്നുമില്ലല്ലോ? ഓക്കെ ശരി. സോ വി വിച്ച് ഈസ് ഈക്വൽ ടു 0, വിന്റെ വാല്യൂ 0 ആവുമ്പോൾ നമ്മൾ എന്ത് പറയും, 3 ഇൻറ്റു t-1 വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പം നമുക്കറിയാം ടീൻ്റെ വാല്യൂ 1 ആകുമ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ വെലോസിറ്റിയുടെ വാല്യൂ 0 ആകും. സോ നമ്മൾ പറയും സാർ 1 സെക്കൻഡിൽ ഇവിടെ ബോഡിയുടെ വെലോസിറ്റി 0 ആകും, ബോഡി റിവേഴ്സ് ചെയ്യുമെന്ന് പറയും. എല്ലാ ആൾക്കാരും നോക്കി ഇവിടെ എപ്പോഴും ആൾക്കാർ പറയുന്നുണ്ട് സാർ ആൻസർ 1 ആണെന്ന്. മക്കളെ ആൻസർ 1 അല്ല. ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. തെറ്റായ കാര്യം ഇവിടെ വരുന്നത് കാണിച്ചു തരാം. അപ്പം ഇത്തരം ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു കാര്യം ചെയ്തായിരുന്നു. ഞാൻ എങ്ങനെ ചെയ്യുന്നറിയാമോ? ഞാൻ ഇവിടെ ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സാർ എന്തിനാ ഇങ്ങനെയൊക്കെ ഫാക്ടറൈസ് ചെയ്യുന്നത് എന്തിനാണ്? ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലാവും. അതായത് നമുക്കൊരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടാണെങ്കിൽ ടി ഫിസിക്കൽ 0 എന്ന് പറഞ്ഞ് എടുക്കാതെ ആണെങ്കിൽ അതിനെ ഇങ്ങനെയാണെങ്കിലുള്ള ഫാക്ടറൈസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റണം. ഓക്കെ ആണോ? നിങ്ങൾക്ക് ഇവിടെ ആണെങ്കിൽ ടിക്ക് 1 കൊടുക്കുമ്പം ആലോചിച്ചോണേ, ടിക്ക് 1 കൊടുക്കുമ്പം അല്ലെങ്കിൽ ടിക്ക് നിങ്ങൾ 1 കൊടുത്തു. അപ്പോൾ ടിക്ക് 1 കൊടുത്തപ്പോൾ നിങ്ങൾ വാല്യൂ 0 ആയിപ്പോയില്ലയോ? ടിക്ക് 0 ആയിരുന്നപ്പോഴോ പറഞ്ഞേക്കണേ, എനിക്ക് ഓരോന്നും പറഞ്ഞു തരണേ. ടിക്ക് 0 ആയിരുന്നു, എല്ലാവരും പറഞ്ഞു തരണേ. ആലോചിച്ച് നോക്കണേ. ഇതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ. ഇത് നമ്മുടെ ഇക്വേഷൻ എന്താണ്, വി വിച്ച് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു t-1 ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ. ഇവിടെ ആണെങ്കിൽ ഞാൻ ടിക്ക് 0 ഇട്ട് കൊടുത്തു. പറഞ്ഞേ വെലോസിറ്റി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പെട്ടെന്ന് പറഞ്ഞേ. ടിക്ക് ഞാൻ 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെലോസിറ്റി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ്. ടിക്ക് 1 ഇട്ട് കൊടുത്തു, വെലോസിറ്റി നിങ്ങൾ പറയും സാർ 0. ടിക്ക് ഞാൻ 2 ഇട്ട് കൊടുത്തു, വെലോസിറ്റി നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് നെഗറ്റീവ് ആകണം. ടിക്ക് 2 ഇട്ട് കൊടുത്താൽ നെഗറ്റീവ് ആകുമോ? നോക്ക്, നെഗറ്റീവ് ആകുമോ? ഇവിടെ ആര് കിടപ്പുണ്ടടാ? സ്ക്വയർ കിടപ്പുണ്ട്. ഇല്ല, പോസിറ്റീവ് ആണ് അവിടെയും. സോ അതിന്റെ മീനിങ് എന്താണ്? വെലോസിറ്റി എങ്ങോട്ടാണോ അങ്ങോട്ടാണ് ബോഡി മൂവ് ചെയ്യുന്നത്. സോ എങ്ങോട്ടാണോ ബോഡി മൂവ് ചെയ്യുന്നത് അങ്ങോട്ടാണ് വെലോസിറ്റി. ശ്രദ്ധിക്കണേ, ഞാൻ ഈ പറഞ്ഞ് ശ്രദ്ധിച്ചേക്കണേ. ഒരു ബോഡി എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അങ്ങോട്ടാണ് വെലോസിറ്റി. ഒരു ബോഡിക്ക് എങ്ങോട്ടാണോ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എങ്ങോട്ടാണ്? സപ്പോസ് ഞാൻ പറയുകയാണ്, ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നെങ്കിൽ അങ്ങോട്ടാണ് ആക്സലറേഷൻ. സോ ഇവിടെയാണെങ്കിൽ ഫോഴ്സും സെയിം ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ ഇല്ലയോ? ഞാൻ പറഞ്ഞ എന്താണ്,
വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല. വെലോസിറ്റി ഡയറക്ഷൻ നിങ്ങൾ എത്ര വാല്യൂ ഇട്ട് കൊടുത്തോ, നിങ്ങൾ ഇനി എന്തൊക്കെ വാല്യൂ ഇട്ട് കൊടുത്തോ, അവിടെയൊക്കെ ആണെങ്കിൽ ഈ സ്ക്വയർ ചേട്ടൻ കിടക്കുന്നത് കൊണ്ട് നിങ്ങൾ ഇനി ഏത് വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ഇത് ഒരു കാരണവശാലും നെഗറ്റീവ് ആവുകയില്ല. സോ വെലോസിറ്റിക്ക് പോസിറ്റീവ് വാല്യൂ മാത്രമേ ഉള്ളൂ. ബോഡി ഒരിക്കലും റിട്ടേൺ ചെയ്യുകയില്ല. ഇല്ല സാർ, മനസ്സിലായില്ല. ആണോ? മനസ്സിലായോ? ഓക്കെ, സൂപ്പർ 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 സൂപ്പർ. അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യുന്നേ? അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, റിട്ടേൺ ആണോ അല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് രീതി ചെയ്യണം? ഫാക്ടർ ആക്കി ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും. മനസ്സിലായോ? മനസ്സിലായോ? ലീനിയർ ഫോമാറ്റിൽ ഇടാതെ ആണെങ്കിൽ എന്ത് ചെയ്യണം? ആ ഫാക്ടർ ആക്കി ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഇത് ഓൾവേസ് പോസിറ്റീവ്. പറയാം, ഇത് ഓൾവേസ് പോസിറ്റീവ്. ഇത് ഓൾവേസ് പോസിറ്റീവ് എന്ന് മനസ്സിലാവണമെങ്കിൽ ഈ രീതി എഴുതണം, എങ്കിലേ മനസ്സിലാവത്തുള്ളൂ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ, ഇത്തരം ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡിലേ അപ്രോച്ച് ചെയ്യാവും, വേറൊരു മെത്തേഡിലും പോകരുത്. വേറെ ഇഷ്ടംപോലെ മെത്തേഡ് ഉണ്ട്, പക്ഷെ ഏറ്റവും സിംപിളസ്റ്റ് മെത്തേഡ് ഇതാണ്. അങ്ങനെയെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഇതേപോലൊരു ക്വസ്റ്റ്യൻ ആണ്. ആലോചിച്ച് ആൻസർ പറയാമോ? ഈ ക്വസ്റ്റ്യൻ ഇതേപോലൊരു ക്വസ്റ്റ്യൻ ആണ്. ആലോചിച്ച് ആൻസർ പറയാമോ? ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് എ പാർട്ടിക്കിൾ മൂവ്സ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അക്കോർഡിംഗ് ടു ഇക്വേഷൻ, ഒരു പാർട്ടിക്കിൾ ഉണ്ട്, സ്ട്രെയിറ്റ് ലൈൻ മൂവ് ചെയ്യുകയാണ്. ഏത് ഇക്വേഷൻ ആണ്? എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ടി ക്യൂബ് മൈനസ് 6t സ്ക്വയർ മൈനസ് 15t. ദ ടൈം ഇന്റർവെൽ ഡ്യൂറിംഗ് വിച്ച് ദ പാർട്ടിക്കിൾ ഈസ് സ്ലോ ഡൗൺ. മക്കളെ, എന്താ സ്ലോ ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പല ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്കും ചോദിച്ചാണ് സ്ലോ ഡൗൺ. മക്കളെ, സ്ലോ ഡൗൺ എന്ന റിട്ടാർഡേഷൻ ആണ്. സോ റിട്ടാർഡേഷൻ സംഭവിക്കണമെങ്കിൽ എങ്ങോട്ടാണോ വെലോസിറ്റി അതിന് നേരെ ഓപ്പോസിറ്റ് ആക്സലേഷൻ വേണം. സോ ഇതെന്താണ്? സ്ലോ ഡൗൺ ആണ്. അതായത് വെലോസിറ്റിക്ക് ഒരു സൈൻ എന്താണോ അതിന് ഓപ്പോസിറ്റ് സൈൻ വരണം. ഒരു ജെയിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴും അത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താണ്? വി ഇൻറ്റു എ എന്ന് പറയണത് എന്തായിരിക്കണം? ആ 0-നേക്കാളും ചെറുതായിരിക്കണം, എങ്കിൽ സ്ലോ ഡൗൺ ആണ്. ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇത് മനസ്സിലായോ? വി ഇൻറ്റു എ, അതായത് ഒരാൾ പോസിറ്റീവ് ആണെങ്കിൽ മറ്റേ ആൾ നെഗറ്റീവ് ആകണം. ഇപ്പൊ രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഇത് 0-നേക്കാളും വലിയ നമ്പർ ആവും, പോസിറ്റീവ് നമ്പർ ആവും. ഇത് രണ്ടും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് നമ്പർ ആവും. സോ ഇത് നെഗറ്റീവ് ആവുന്ന എപ്പോഴാണ്? ഒരാൾ പോസിറ്റീവും മറ്റേ ആൾ നെഗറ്റീവും ആവുമ്പോൾ മാത്രമേ ഇത് നെഗറ്റീവ് ആവുകയുള്ളൂ. സോ വി ഇൻറ്റു എ നെഗറ്റീവ് ആണെങ്കിൽ ബോഡി എന്ത് ചെയ്യും? സ്ലോ ഡൗൺ ചെയ്യും. ഓക്കെ ആണോ? ശരി. നമ്മൾ അതല്ല ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്, മാറിപ്പോയി. ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് എന്താണ്? ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? സാർ നിങ്ങൾ ഫാക്ടർ ചെയ്യും. പ്ലീസ് സ്ലോ ഡൗൺ ചെയ്യണം നോക്കാൻ ഫാക്ടറൈസ് ചെയ്യണം, കാരണം ഇന്റർവെലിനോട് അപ്പോൾ ഉണ്ട്. ഇപ്പം ചെയ്ത് നോക്കിയാൽ മക്കളെ, വെലോസിറ്റി കണ്ടുപിടിച്ചേ. വെലോസിറ്റി v which is equal to 3t square minus 12t plus minus എത്രയാണ്? 50. ഓക്കെ ആണോ? നമുക്ക് വേണമെങ്കിൽ 3 കോമൺ എടുത്തു. അപ്പോൾ എന്ത് കിട്ടും? t സ്ക്വയർ മൈനസ് 4t മൈനസ് 5 കിട്ടത്തില്ലേ? ഇനി ഇതിനെ ഫാക്ടർ ആക്കുക. ഇത് പഠിക്കണം, ഈ മെത്തേഡ് പഠിക്കണം. 3 ഇൻറ്റു ഇതിനെ ഫാക്ടറാക്കി പറഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം -5 കിട്ടണം, ആഡ് ചെയ്യുമ്പം -4 കിട്ടണം. ആരൊക്കെയാണ് നമ്പർ? ആഡ് ചെയ്യുമ്പം -5 കിട്ടണം, ആഡ് ചെയ്യുമ്പം -4 കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പം -5 കിട്ടണം. ആരൊക്കെയാണ്? -5ഉം 1ഉം. ശരിയാണോ? അപ്പം t -5 t + 1. മക്കളെ, എല്ലാവർക്കും ഫാക്ടർ ആക്കാൻ മനസ്സിലായോ? പറഞ്ഞേ. ഇത് പല മെത്തേഡിലും ചെയ്യാം. ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡാണ് പറഞ്ഞിരുന്നത്. ഇത് ചെയ്ത് പഠിക്കണം. ഓക്കെ. അങ്ങനെയെങ്കിൽ നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? എന്താണ് മക്കളെ? ഇനി വെലോസിറ്റി, ആക്സലേഷൻ വേണം. സോ ആക്സലേഷൻ പിടിച്ചേ, ഇതിനെ മാറ്റി എഴുതാം. വെലോസിറ്റി കൊണ്ട് മാറ്റി എഴുതി വെക്കാം, നമുക്ക് ആവശ്യം വരും. വെലോസിറ്റി ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി ആക്സലേഷൻ എടുക്കുക. ആക്സലറേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു വീണ്ടും 6t - 12.
അത് വേണമെങ്കിൽ 6 കോമ എടുത്തു. സോ t മൈനസ് 2 ഇതാണ് ആക്സലറേഷൻ. സോ വെലോസിറ്റി എനിക്ക് കിട്ടി, ആക്സലറേഷനും കിട്ടി. വെലോസിറ്റിയും ആക്സലേഷൻ കിട്ടി. ഇനി ഒന്നുമില്ല, വെലോസിറ്റിയും ആക്സലേഷൻ ഫാക്ടർ ഫോമിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ സിമ്പിളായിട്ട് വളരെ ലോജിക്കലായിട്ട് ആലോചിക്കണം. ഈ ഇൻ്റർവെല്ലിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ എടുക്കണം, 2 ഭാഗത്ത് ഇട്ട് കൊടുക്കണം. ഈ ഓരോ ഇൻ്റർവെല്ലിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ എടുക്കാം. നോക്ക്, ഇവിടെയാണെങ്കിൽ ടീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 2-നേക്കാളും ചെറുതായിരിക്കണം. ഇവിടെ ഒന്നുകിൽ 2-നേക്കാളും ചെറുതായിരിക്കും, 2-നേക്കാളും ചെറിയൊരു വാല്യൂ പറഞ്ഞു തന്നേ. നിങ്ങൾ പറയും സാർ 0, 2-നേക്കാളും ചെറിയ വാല്യൂ 0ആണ്, ഞങ്ങൾക്ക് ഇഷ്ടം 0ആണ്. സോ 0 ഇട്ട് കൊടുത്തേ ഇവിടെ. അപ്പൊ 0 ഇടുമ്പോൾ എന്ത് ചെയ്യണം? സ്ലോ ഡൗൺ ആണെങ്കിൽ 2 ഭാഗത്തും എന്ത് ചെയ്യണം? ഒരു ഭാഗത്ത് പോസിറ്റീവ് ആണെങ്കിൽ വേറെ ഭാഗത്ത് നെഗറ്റീവ് ആൻസർ കിട്ടണം. മനസ്സിലായോ? ഓക്കെ. സോ 0 എനിക്ക് ഇഷ്ടപ്പെട്ട നമ്പറാണ്. ഇപ്പൊ ഈ ഇന്റർവെല്ലിനാണെങ്കിൽ എനിക്ക് 0 മനസ്സിലായി. സോ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ 0 ഇട്ട് കൊടുത്തേ. ഇവിടെ 0 ഇട്ട് കൊടുക്കുക നെഗറ്റീവായി. ഇവിടെ 0 ഇട്ട് അതും നെഗറ്റീവായി. അപ്പോൾ ഇതല്ല കറക്റ്റ് ആൻസർ. 2 നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ മക്കളെ മനസ്സിലായോ? ഞാൻ ഈ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നതിന് തംസം പഠിച്ചേ. ഓക്കെ ഓക്കെ. ഇപ്പൊ 2 നെഗറ്റീവായി പോയി സാർ. സോ എയും വിയും നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കളി നടക്കത്തില്ല. ഒരാൾ പോസിറ്റീവ് ആവണം, വേറൊരാൾ നെഗറ്റീവ് ആകണം. അങ്ങനെയുള്ള അടുത്ത ഇന്റർവെൽ എടുത്ത മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെയാണെങ്കിൽ 2-നേക്കാളും വലുതായിരിക്കണം, 5-നേക്കാളും ചെറുതായിരിക്കണം. ഇപ്പൊ ഞാൻ പറയാം 3 എടുത്തു. 3 എടുത്തു കഴിഞ്ഞാൽ 5-നേക്കാളും ചെറുതാണ്, അതുപോലെ 2-നേക്കാളും വലുതാണ്. സോ ഇവിടെ 3 ഇട്ട് കൊടുത്തേ. ഇവിടെയും 3 ഇട്ട് കൊടുത്തേ. ഇവിടെയും 3 ഇട്ട് കൊടുത്തേ. എല്ലാം ഇവിടെ ടി ആണ്, അവിടെ എല്ലാം 3 ഇട്ട് കൊടുത്തേ. സോ 3 ഇട്ട് കൊടുക്കുമ്പം സാർ ഇവിടെയാണെങ്കിൽ നെഗറ്റീവ് കിട്ടി, ഇവിടെ നെഗറ്റീവ് കിട്ടി. സാർ ഇവിടെ പോസിറ്റീവ് ആണ് കിട്ടുന്നത്. നമ്മുടെ കളി ഇവിടെ നടക്കും. സോ ആൻസർ ഇതാണ്. ഏറ്റവും സിമ്പിൾ മാർഗമാണ് ഞാൻ പറഞ്ഞു തന്നത്. പല രീതിയിൽ ചെയ്യാമെങ്കിലും ഏറ്റവും സിമ്പിൾ മാർഗം ഇതാണ്. മക്കളെ മനസ്സിലായോ? ഓക്കെ, സൂപ്പർ സൂപ്പർ. നിങ്ങൾ ഇതിന്റെ സൊല്യൂഷൻ നിങ്ങളാണെങ്കിൽ ഗൂഗിളിൽ നോക്കിയാലോ എവിടെയെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൊല്യൂഷൻ ഇങ്ങനെ പടപണ്ടാര സൊല്യൂഷൻ കിട്ടും. നമുക്ക് അതുകൊണ്ട് ഒരിക്കലും നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യം എന്താണ്? എക്സാം ഹോളിൽ ഇത്തരം ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ ലോജിക്കലായിട്ട് എങ്ങനെ അപ്രോച്ച് ചെയ്ത് ആൻസറിലേക്ക് എത്തിച്ചേരാം. നമ്മൾ അതിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. ഈ ക്വസ്റ്റ്യൻ, the relation between time t and distance x, റിലേഷൻ ആണ് മാറ്റി എഴുതി വെച്ചേക്കാം. t which is equal to alpha x square plus beta x, ഇങ്ങനെ തന്നേക്കുന്നു. ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യത്തില്ല, പകരം നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ പോവാണ്. കാര്യം ഇതെന്ന് പറഞ്ഞാൽ ലോജിക്കാണ്, വേറെ ഒന്നുമില്ല. ഇതിനകത്താണെങ്കിൽ ഒരു പാറ്റേൺ ആണ്, അത് ഫോളോ ചെയ്താൽ ആൻസർ കിട്ടും. ഇങ്ങനത്തുള്ള ഏത് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി എന്തെങ്കിലും ഇതാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, ഇത് സംഭവമേ ഉള്ളൂ. ഇത്തരം ക്വസ്റ്റ്യൻ ആണെങ്കിലും എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ 1 കിട്ടിയ ആൾക്കാർക്ക് ഓക്കെ സൂപ്പർടാ, അബിക്ക് ഓപ്ഷൻ 1 കിട്ടി. ഓക്കെ, വേറെ കിട്ടുന്നില്ലേ? ചെയ്യോ? ഓക്കെ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ആദ്യമേ എന്ത് ചെയ്യണം? നമ്മൾ പല രീതിയിൽ ചെയ്യാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്നാണെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഞാൻ ഇവിടെ ആണെങ്കിൽ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? ഞാൻ എന്തുകൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തത് നോക്കി. ഇവിടെയാണെങ്കിൽ വെലോസിറ്റി കിടപ്പുണ്ട്, ഇവിടെയാണെങ്കിൽ ടൈമും ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെന്ന് വളരെ ഒബ്വിയസ് ആയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഡിഫറൻഷിയേറ്റ് ചെയ്ത് ആൻസർ കിട്ടത്തുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. dt ഡിവൈഡ് ബൈ dx, എക്സിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. വിച്ച് ഈസ് ഈക്വൽ ടു 2 ആൽഫ എക്സ് പ്ലസ് ബീറ്റ. ഞാൻ എന്ത് ചെയ്തു? ഡിഫറൻഷിയേറ്റ് ചെയ്തു. സോ എന്താണത്? 1 ബൈ വെലോസിറ്റി ആണ്. നോക്കടാ, ഇതെന്താണ്? വെലോസിറ്റിയെ തലരിച്ചിരിക്കുകയാണ്. കണ്ടോ? ഇത് 1 ബൈ വെലോസിറ്റി ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 2 ആൽഫ എക്സ് പ്ലസ് ബീറ്റ. ഓക്കെ ആണോ? സോ നമുക്ക് വെലോസിറ്റി വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. എത്രയാണ്? 1 ഡിവൈഡ് ബൈ 2 ആൽഫ എക്സ് ബീറ്റ. മക്കൾ എല്ലാവർക്കും വെലോസിറ്റി മനസ്സിലായോ? പറഞ്ഞേ. ഓക്കെ, ഇനി ചെയ്യേണ്ട ഒറ്റ കാര്യം, വെലോസിറ്റി കിട്ടി, എക്സിലാണ് കിടക്കുന്നത്. വെലോസിറ്റി ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്, വെലോസിറ്റി ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. ഇത് കണ്ടു കഴിഞ്ഞാൽ കണ്ണും കൂട്ടിയാണെങ്കിൽ ആക്സലേഷനോട്ടാണ് പോകേണ്ടത്, നമുക്ക് റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ആക്സലേഷനോട്ടാണ് പോകേണ്ടത്. സോ കണ്ണും കൂട്ടി പറയണം വി എ വിച്ച് ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഡി വി ബൈ
dx. ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യണം. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പേടി കൂടാതെ ധൈര്യപൂർവ്വം ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഈ ആൾക്കാർക്ക് ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷൻ കാണുമ്പോൾ ഒരു പേടി ഉണ്ടാവും. ആ പേടി അങ്ങ് മാറ്റി കിട്ടിയാൽ എന്ത് ചെയ്യണം? ഈ സാധനം കണ്ടുപിടിക്കണം. ഇത് എഴുതിയ ശേഷം എപ്പോഴും എല്ലാ ഇക്വേഷനും ഇങ്ങനെയാണ്. എല്ലാ ക്വസ്റ്റ്യനിലും ഈ ഏകദേശം 90% ക്വസ്റ്റ്യനിലും ഈ ഫോർമാറ്റാണ്. എന്ത് ചെയ്യണം? dv/dx കണ്ടുപിടിക്കണം. സോ dv/dx. ഇതിന് കുറെ ഉടായ്പ മെത്തേഡൊക്കെ ഉണ്ട്. അത് വേണ്ട, ഇത് പഠിച്ചാൽ മതി. എല്ലാ ഉടായ്പും എല്ലായിടത്തും വർക്ക് ആവത്തില്ല. ഓക്കെ, സോ dv/dx ചെയ്ത് നോക്കും മക്കളെ. ഇതിന് നിങ്ങൾക്കാണെങ്കിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? 2α x plus beta the whole raised to -2, സോറി -2 അല്ല -1 ആണ്. ഇതാണ് ആൽഫ എന്ന് പറയുന്നത്. ഇതിനെ നിങ്ങൾ ഡിഫറൻഷ്യേറ്റ് നോക്കണം. അപ്പം എന്ത് ചെയ്യും? ഈ മൈനസ് വരും 2α x plus beta. അതുപോലെ എഴുതി ഈ -2 എന്നിട്ട് മാറും. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഒന്നുകൂടെ കുറയ്ക്കണം. ശരിയാണോ? പവറിന്റെ കൂടെ ഒന്നുകൂടെ കുറച്ചേ 2 കിട്ടും. എന്നിട്ട് എല്ലാം ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്തേ നമുക്കാണെങ്കിൽ 2α എന്ന് കിട്ടും. മക്കളെ ഡിഫറൻഷ്യേറ്റ് എല്ലാവർക്കും മനസ്സിലായോ? പിന്നെന്ത് കൺഫ്യൂഷൻ ആവും. എനിക്കറിയാം കൺഫ്യൂഷൻ ആവും. നോക്ക്, ഇതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഇത്രയും ഭാഗത്തെ ട്രീറ്റ് ചെയ്യും മക്കളെ. ഇത്രയും ഭാഗത്തെ ആണെങ്കിൽ ഒരു ഒറ്റ ഫംഗ്ഷനായിട്ട് ട്രീറ്റ് ചെയ്തേ. ചുമ്മാ വിചാരിച്ചോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആണെന്ന് വിചാരിച്ചോ. എക്സ് റേസ് ടു -1. സോ എക്സ് റേസ് ടു -1 ആണ്. എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്? ഈ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി നമ്മൾ എക്സ് അതുപോലെ എഴുതും. പിന്നെ എന്ത് ചെയ്യും? ആ -1 എത്ര കൊടുക്കും? -1 എത്ര കൊടുക്കും? -2 കിട്ടത്തില്ലേ? ഇത്ര മനസ്സിലായോ മക്കളെ? മിൻഹേ, അതിനുശേഷം നമുക്കറിയാം ഇത് ഒറ്റ ഫംഗ്ഷൻ അല്ല, ഇതിനകത്ത് കുറെ ഫംഗ്ഷൻ കിടപ്പുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അതിനെ ഇൻറ്റു ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവാണ്. പറഞ്ഞേ ഡിഫറൻഷ്യേറ്റ് പറഞ്ഞു തന്നേ. എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറഞ്ഞേ 2α. ഇത് കോൺസ്റ്റന്റ് ആണ്. കാര്യം മനസ്സിലായോ? ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തേ. എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്തേ 2α. ഇത് ഇപ്പം 3x ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 എന്ന് കിട്ടത്തില്ലയോ? അതുപോലെ ഇത് 3 ആണ്. ഇത് 3x ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 3 എന്ന് ആൻസർ കിട്ടും. ബീറ്റ കോൺസ്റ്റന്റ് ആണ്. മിൻഹേ മനസ്സിലായോ? പിന്നെന്തേ മക്കളെ, ഇതിനെയാണെങ്കിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവാണ്. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നേ ഇത് മാത്രം നമ്മൾ പറഞ്ഞു തന്നേ. 2αx plus beta. ആൽഫയും ബീറ്റയും കോൺസ്റ്റന്റ് ആണേ. ഡിഫറൻഷ്യേറ്റ് ചെയ്തേ. ഓക്കെ, ഇത് കോംപ്ലിക്കേറ്റ് ആകുന്നില്ല. നോക്കി, 3x plus 4 ഡിഫറൻഷ്യേറ്റ് ചെയ്തേ. 3 ഇല്ലേ? വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അതുപോലെയാണ് ഇത്. ഇവിടെയാണ് ഇത് കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് എത്രയാണ്? 2α. കത്തിയോ? ഓക്കെ മക്കളെ, എല്ലാവർക്കും ഇത്രയും കാര്യം മനസ്സിലായോടാ? പറഞ്ഞേ. ഓക്കെ, ഇനി വളരെ സിമ്പിൾ ആണ് മക്കളെ. ഇനി സിമ്പിൾ ആടാ. ഇനി എന്ത് ചെയ്യണം? ഇനി ചെയ്യേണ്ട കാര്യം dv/dx നമുക്ക് മാറ്റാം. dv/dx which is equal to മൈനസ് അതുപോലെ കിടപ്പുണ്ട് മക്കളെ. ഈ സാധനം എന്താടാ? 2αx plus beta. നോക്ക്, ഇവിടെ നോക്കേ, അല്ലെങ്കിൽ ഇവിടെ നോക്കേ. ഇവിടെ ഞാനൊരു സ്ക്വയർ കൊടുത്താൽ ഇവിടെയും സ്ക്വയർ കൊടുക്കേണ്ടി വരും. സോ ഇവിടെ സ്ക്വയർ കൊടുത്താൽ ഇത് സ്ക്വയർ കൊടുത്തും. അതാണ് ഈ സാധനം. മക്കളെ മനസ്സിലായോ? അതായത് ഇത് കിടക്കുന്നത് v² എന്നാണ്. ഇതെന്താണിത്? v² ആണ്. ഇത്രയും v² ആണ്. ഇത് മനസ്സിലാക്കി തംസപ്പ് പഠിച്ചേ. സാറേ ഞങ്ങൾക്ക് മനസ്സിലായത് v² ആണെന്ന്. ഓക്കെ മക്കളെ, എല്ലാ ക്വസ്റ്റ്യനും ഇങ്ങനെയാണ്. എല്ലാ ക്വസ്റ്റ്യനും മൈനസ് ഞാൻ അതുപോലെ എഴുതി. പിന്നെ ആര് വേണം? v² ആണിത്. പിന്നെ ആരാണ്? v² ഉണ്ട്. അതിന്റെ കൂടെ ആരുണ്ട്? 2α ഉണ്ട്. സോ ഇത് v² ആണെന്ന് മനസ്സിലായി.
2 ആൽഫ നമ്മൾ അതുപോലെ. ഓക്കെ ആണ്? സോ സിമ്പിൾ. ഇനി ആക്സലേഷൻ ആണ് വേണ്ടുന്നത്. ആക്സലേഷൻ ഇക്വേഷൻ എന്താണ്? v ഇൻറ്റു ഡി വി ഡിവൈഡ് ബൈ ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു വി ഇൻറ്റു, മക്കളെ ഡി വി ബൈ ഡി എക്സ് എത്രയാടാ? നിങ്ങൾ പറയും സാർ മൈനസ് വി സ്ക്വയർ 2 ആൽഫയാണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 2 ആൽഫ വി ക്യൂബ് എന്ന് വരും. മൈനസ് 2 ആൽഫ വി ക്യൂബ് എന്ന് വരും. ഓക്കെ ആണോ? ഓക്കെ. സോ മൈനസ് വരാൻ കാര്യം റിട്ടാർഡേഷൻ ആണ്. സോ റിട്ടാർഡേഷനിൽ ഓൾറെഡി ഒരു മൈനസ് കിടപ്പുണ്ട്. അപ്പൊ പിന്നെ ആ മൈനസ് പറയണമെന്ന് ആവശ്യമില്ല. ഇത് ആക്സലറേഷൻ ആണ് കണ്ടുപിടിച്ചത്. റിട്ടാർഡേഷനിൽ ഓൾറെഡി മൈനസ് ഉണ്ട്. സോ ആൻസർ എത്രയാണ്? എ ആണ് ആൻസർ, 2 ആൽഫ വി ക്യൂബ്. മക്കളെ ഇതെന്ന് ഈ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ എല്ലാ ക്വസ്റ്റിനും ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത്. എന്ത് ചെയ്യും നമ്മൾ? ആദ്യമേ ആണെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും? അത് ഇക്വേറ്റ് ചെയ്യും. കണ്ടോ എങ്ങനെ ഇക്വേറ്റ് ചെയ്യുന്നേ? ഇത് എവിടെയെങ്കിലും സാധനം കാണും. ഈ ഡി വി ബൈ ഡി എക്സ് ചെയ്യുമ്പം അതിൽ കിട്ടുന്ന ഫാക്ടർ എവിടെയെങ്കിലും കാണും. അതിനെ എന്ത് ചെയ്യണം? പൊക്കി എടുത്തോണ്ട് വരണം. മനസ്സിലായോ? ഈ കിട്ടുന്ന സാധനം എവിടെയെങ്കിലും കാണും. അതിനെ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ബാക്കി സംഭവം സിമ്പിളായി. ഇതൊരു പാറ്റേൺ ആണ്, അല്ലാതെ ഞാൻ ആലോചിച്ചൊന്നും ചെയ്തതല്ല. ഇത് ഇങ്ങനെ എല്ലാ ക്വസ്റ്റിനും 90% ക്വസ്റ്റിനും ഈ ഒരു പാറ്റേൺ ആണ് ഫോളോ ആവുന്നത്. അങ്ങനെയെങ്കിൽ ഈ ക്വസ്റ്റ്യൻ സ്വന്തമായി ചെയ്യാമോ? കഠിനമൊന്നുമല്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇത്തരം ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആൾക്കാർക്ക് മടിയാണ്. സോ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ടി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 1. അങ്ങനെയെങ്കിൽ ആക്സലറേഷൻ അറ്റ് ടി കണ്ടുപിടിക്കണം. ആക്സലറേഷൻ അറ്റ് ടി. ഉഡായിപ്പ് മെത്തേഡ് ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ഉഡായിപ്പ് മെത്തേഡ് വേണ്ട, നേരായ മെത്തേഡ് കണ്ടുപിടിച്ചേ. എന്ത് ചെയ്യും നിങ്ങൾ? ഡിഫറൻഷിയേറ്റ് നോക്ക്. ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെ കിട്ടിയാൽ ഞങ്ങൾ സാർ ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യും. സോ ടൈമിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ശ്രദ്ധിക്കണേ, ടൈമിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. പറഞ്ഞേ, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകണം. 2t വിച്ച് ഈസ് ഈക്വൽ ടു 2x. കഴിഞ്ഞോ? ഇല്ല, എക്സ് അല്ല കിടക്കുന്നത്, ടൈമിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. സോ ഇൻറ്റു ഡി എക്സ് ഡിവൈഡ് ബൈ ഡി ടി. മക്കളിത് മനസ്സിലായോ? ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം ഈ കാര്യം മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ശരി, ഓക്കെ, സൂപ്പർ സൂപ്പർ. മക്കളെ ഈ ഡി എക്സ് ബൈ ഡി ടി എന്താണ്? വി ആണ്. സോ 2t വിച്ച് ഈസ് ഈക്വൽ ടു 2x ഇൻറ്റു, അത് വി ആണ്. സോ 2 2 ക്യാൻസൽ ആയിപ്പോയി. നമുക്ക് സിമ്പിൾ ആയിട്ട് ടി വിച്ച് ഈസ് ഈക്വൽ ടു വി എക്സ് എന്ന് കിട്ടും. കണ്ടോ? ടി വിച്ച് ഈസ് ഈക്വൽ ടു വി എക്സ്. നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യണം? വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യും. കാര്യം നിങ്ങൾക്ക് വി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ടി എന്ന് കിട്ടി. ഇനി നിങ്ങൾ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ കാര്യം എന്താ ഞാൻ അങ്ങനെ വീണ്ടും ചെയ്യേണ്ട ആവശ്യം എന്തുവാണ്? കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് വെലോസിറ്റി കിടക്കുന്ന ഫംഗ്ഷൻ ഒന്നും തന്നെ ഇല്ല. എനിക്ക് ആക്സലേഷൻ ഫംഗ്ഷനും ഇല്ല. ഇവിടെ ആകെ ഉള്ളത് എന്താണ്? ടൈമും ഉണ്ട്, അതുപോലെ ആക്സലേഷനെ കണ്ടുപിടിക്കേണ്ടത്. എനിക്ക് വെലോസിറ്റി ഉണ്ട്. ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് ചെയ്യും? ആക്സലേഷനിലേക്ക് പോകും. സോ എന്തായാലും ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടി വരും. ഇനിയാണെങ്കിൽ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. പറഞ്ഞേ, ഇവിടെ രണ്ടും വേരിയബിൾ ആണ്, പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. സോ ആദ്യമേ വി കോൺസ്റ്റന്റ് ആണെന്ന് കരുതുക, ഡി എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. പ്ലസ് ഇനിയാണെങ്കിൽ എക്സ് കോൺസ്റ്റന്റ് ആണെന്ന് കരുതുക, വെലോസിറ്റിയെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ടിയെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 കിട്ടും. പറഞ്ഞേ മക്കളെ, ഇത് മനസ്സിലായോ? ഓക്കെ, ഇത് വി ആണ് മക്കളെ, ഇതും വി ആടാ. പ്ലസ് ഇത് എക്സ് ആണ്, ഇത് എ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1 ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? വി സ്ക്വയർ പ്ലസ് എ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഓക്കെ ആണോ? ഇനി നമ്മുടെ ആക്സലേഷനാണ് കണ്ടുപിടിക്കണം. നമുക്ക് ആക്സലേഷനാണ് വേണ്ടുന്നത്. നമുക്കിവിടെ വെലോസിറ്റി വേണ്ട. നമുക്ക് ഓരോ നോക്കണം. നമുക്ക് ആക്സലേഷനാണ് വേണ്ടുന്നത്, നമുക്ക് ആരെ വേണ്ട? വെലോസിറ്റി വേണ്ട. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇനി ബുദ്ധിപരമായി കളിക്കണം. ആക്സലേഷൻ വേണം, ആ ഇക്വേഷനിൽ ആര് വേണ്ട? വെലോസിറ്റി വേണ്ട. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്നേ മാറ്റാം. വെലോസിറ്റി എവിടെ കണ്ടാലും നമുക്ക് എന്ത് പറയാം? ടി ബൈ എക്സ് എന്ന് പറയാം.
വെലോസിറ്റി എവിടെ കണ്ടാലും നമുക്ക് t/x എന്ന് പറയാം. സോ ആദ്യം പറ, വെലോസിറ്റി സ്ക്വയർ നടക്കുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ എന്ത് പറയും? t/x the whole square plus ax which is equal to 1. ഓക്കെ ആണോ? സോ t square divided by x square plus ax which is equal to 1. നമുക്ക് ax അവിടെ കൊണ്ടുപോകും. സോ ax അല്ലേ വേണ്ട, ax വിട്ടിട്ട് ബാക്കി അവിടെ കൊണ്ടുപോകും. 1 minus t square divided by x square which is equal to, which is ax which is equal to x square, a square minus t square. മക്കളിത് മനസ്സിലായോ? പറഞ്ഞു ഇത് മനസ്സിലായോ? ഓക്കെ. ഇനിയാണെങ്കിൽ നോക്കണം, നമുക്ക് ആരെ വേണ്ട? ഇവിടെ എക്സ് ഉണ്ട്, ടി ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്. അപ്പോൾ എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്ക്. ഇവിടുത്തെ ഏതെങ്കിലും ഒരാൾ എവിടെങ്കിലും കാണും, തപ്പിയെടുത്താൽ മതി. നിങ്ങൾ നോക്കിയാൽ മതി. നോക്കി, ഇവിടുത്തെ ഏതെങ്കിലും ഒരുത്തനാണെങ്കിൽ എവിടെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടായിരിക്കും. അങ്ങനെ തപ്പിയെടുത്തോണ്ട് വരണം. അതാണ് നമ്മളെ കളി. കാണുന്നുണ്ടോ നിങ്ങൾ? അവിടെ ഉണ്ടല്ലോ, ഇക്വേഷൻ തന്നെ ഉണ്ടല്ലോ. എന്തുവാ ഇക്വേഷൻ? എന്താ പറയുന്നേ? ടി സ്ക്വയർ ഇതിനിവിടെ കൊണ്ടുപോവാ 1 which is equal to x square minus t square. മക്കളെ ഇത് മനസ്സിലായോടാ? ഞാൻ പറഞ്ഞില്ലേ എവിടെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടായിരിക്കും, അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കിട്ടും. പറഞ്ഞേ. ഓക്കെ. സോ വിച്ച് ഈസ് ഈക്വൽ ടു, ആ ഒളിഞ്ഞിരിക്കുന്നതിനെ കണ്ടുപിടിക്കുക. അതാണ് നമ്മൾ വേണ്ടുന്നത്. ax which is equal to, ഇത് 1 ആണ്. സോ 1 divided by x square. a which is equal to 1 divided by x cube. So answer 1 divided by x cube. സോ ഇത് പ്രാക്ടീസിന് തന്നെയാണ്. പരീക്ഷയ്ക്കാണെങ്കിൽ ഇതില്ല, റൗണ്ട് 3-ലൊക്കെ ചെയ്യാവൂ ഈ ക്വസ്റ്റ്യൻ. സമയം പോകുന്ന ക്വസ്റ്റ്യൻ ആണ്. മക്കളെ മനസ്സിലായോ? ഇത് എന്തിനാണെന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട്. കാര്യം നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത് പ്രാക്ടീസ് ചെയ്യണം. ഇത് എവിടെയെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടായിരിക്കും, ഉറപ്പാണ്, 100% ഉറപ്പാണ്. തന്നിരിക്കുന്ന വാല്യൂ എന്ത് ചെയ്യും? എവിടെയെങ്കിലും ഒളിഞ്ഞിരിക്കും. ആ ഒളിഞ്ഞിരിക്കുന്നവരെ കണ്ടുപിടിക്കുക, ഇട്ട് കൊടുക്കുക, ആൻസറിലേക്ക് പോവുക, സന്തോഷിക്കുക. പറഞ്ഞേ, ഇതെല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, സൂപ്പർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A particle moving with a uniform acceleration. So acceleration uniform ആണ്. Acceleration is a constant. With a uniform acceleration, travels 24 meter and 64 meter. 24 meter and 64 meter in first two consecutive interval of time. ആഹാ, അടിപൊളി. കൺസിക്യൂട്ടീവ് ഇന്റർവൽ ഓഫ് ടൈം. മക്കളെ നോക്കണേ, ഫസ്റ്റ് ടു, അതായത് തുടക്കത്തിൽ നിന്നും, ഇതാണ് തുടക്കമാണ്. സോ തുടക്കത്തിൽ നിന്നും 2 കൺസിക്യൂട്ടീവ് ഇന്റർവൽ, അതായത് ഈ ഇന്റർവെൽ ടി ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ 5 സെക്കൻഡ് ആണെങ്കിൽ അടുത്ത 5 സെക്കൻഡ് ആണ് ഇത്. ഇതാണ് കൺസിക്യൂട്ടീവ് ഇന്റർവെൽ എന്ന് പറയുന്നത്. ആക്സലേഷൻ ആയതുകൊണ്ടാണ് ഡിസ്റ്റൻസ് സെയിം ആവാഞ്ഞത്. ഇവിടുത്തെ ഡിസ്റ്റൻസ് ആണെങ്കിൽ S1 ആണെന്ന് വിചാരിച്ചു, ഇവിടുത്തെ ഡിസ്റ്റൻസ് S2 ആണെന്ന് വിചാരിച്ചു. അങ്ങനെയെങ്കിൽ യൂണിഫോം ആക്സലേഷൻ ആണെങ്കിൽ നമ്മൾ ഷോർട്ട് കട്ട് എന്താണ്? S2 minus S1 which is equal to AT square. എല്ലാവർക്കും ഈ ഷോർട്ട് കട്ട് മനസ്സിലായോ? ഇത് പല രീതിയിൽ ചെയ്യാം. ഇത്തരം ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പം എന്താണ്? ആ സെയിം ടൈം ഇന്റർവൽ ആണെങ്കിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. കൺസിക്യൂട്ടീവായ സെയിം ടൈം ഇന്റർവൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 ടൈം ഇന്റർവൽ ഡിസ്റ്റൻസിന്റെ ഡിഫറൻസ് വിച്ച് ഈസ് ഈക്വൽ ടു AT സ്ക്വയർ ആയിരിക്കും. ടി എന്താണ്? ടൈം അല്ലേ, ഇന്റർവൽ ആണ്. ടി എന്താണ്? ഇന്റർവൽ ആണ്. സോ ഇവിടുത്തെ ഇന്റർവൽ എത്രയാണ്? 4 സെക്കൻഡ്. അപ്പം പറഞ്ഞ നീ 64 minus 24 divided by അല്ല, which is equal to ആക്സലേഷൻ അറിയത്തില്ല, 4 സ്ക്വയർ. പറഞ്ഞേ, ആക്സലേഷൻ എങ്ങനെ പിടിക്കും? ഇത് 40 ആണ്, which is equal to a into 16. So a which is equal to 40 divided by 16, 5/2, 2.5 meter per second square.
മക്കളെ മനസ്സിലായോ? പറഞ്ഞേ മനസ്സിലായോ? സൂപ്പർ. അടുത്തത് നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഇനിഷ്യൽ വെലോസിറ്റി. ഇനിഷ്യൽ വെലോസിറ്റി വേണം. സോ ഇനിഷ്യൽ വെലോസിറ്റി വേണം. അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി വേണമെങ്കിൽ വീണ്ടും കഥയാണെങ്കിൽ ഒന്ന് മാറ്റി ഒന്ന് എഴുതി. യു അറിയത്തില്ല, ആക്സലേഷൻ അറിയാം, 2.5 2.5 5/2 എന്ന് പറഞ്ഞു. 5/2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സലറേഷൻ. ഇനിയാണെങ്കിൽ ഡിസ്റ്റൻസ്, ഫസ്റ്റ് ഡിസ്റ്റൻസ് എത്രയായിരുന്നു? 24. സോ 24 ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി കണ്ടുപിടിക്കണം. ഏത് ഇക്വേഷൻ ഉപയോഗിക്കും? നിങ്ങൾ പറയും സാറേ C is equal to ut plus half at square. S ന്റെ വാല്യൂ 24 which is equal to u ന്റെ വാല്യൂ അറിയത്തില്ല, t ന്റെ വാല്യൂ 5/2 plus half into a 5/2 അല്ലല്ലോ, സമയം എത്രയാണ്? 4 സെക്കൻഡ് അല്ലേ? 4 plus half a 5/2 into t square 4 square. സോ ഈ ഒരു 4ഉം ഒരു 4ഉം ക്യാൻസൽ ആയി. സോ 20 കിട്ടും. സോ 24 which is equal to 4u plus 20. സോ u which is equal to എത്ര കിട്ടും? 1 meter per second കിട്ടും. സോ സിമ്പിൾ, 1 meter per second. ഓപ്ഷൻ 3. സൂപ്പർ. പറഞ്ഞു, എല്ലാവർക്കും മനസ്സിലായോടാ? ശരി, അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എളുപ്പമാണ്. ക്വസ്റ്റ്യൻ എന്തുവാണ്? എ ബോഡി ട്രാവൽ വിത്ത് യൂണിഫോം ആക്സലറേഷൻ ക്രോസസ് 2 points A and B. മാക്സിമം ട്രെയിൻഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും തരുന്നതല്ല. എയും ബി എന്ന 2 പോയിന്റ് ക്രോസ് ചെയ്യുകയാണ്. ഏതൊക്കെ വെലോസിറ്റിയിലാണ്? 40, 60. എന്നിട്ട് ചോദിക്കുകയാണ് മിഡ് പോയിന്റ് വെലോസിറ്റി. സോ വി മിഡ് പോയിന്റ് വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് u square plus v square divided by 2. ചെയ്ത് നോക്കിയേ, ആൻസർ പിടിച്ചേ, പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. ചെയ്ത് നോക്കി, പെട്ടെന്ന് ആൻസർ കണ്ടുപിടിച്ചേ. റൂട്ട് ഓഫ് 40 plus 60 divided by 2. സോ സ്ക്വയർ ഉണ്ടേ, which is equal to root of 16 20 plus 36 20 divided by 2. റൂട്ട് ഓഫ് 36 52 20 divided by 2. 52 പതി 26. സോ 26 റൂട്ട് 26 20. ഓക്കെ, എത്ര ആൻസർ കിട്ടി? ഇതിനെങ്കിൽ മാറ്റാം. ഇതാണ് 10 പുറത്തെടുത്തേ, റൂട്ട് 26 എന്ന് കിട്ടും. നമുക്ക് ഈ റൂട്ട് 26 റൂട്ട് 25 ഈക്വൽ ആണ്. ഇതുണ്ട് 25 ഈക്വൽ, ഏകദേശം എന്ത് കിട്ടും? 5 പോയിന്റ് സംതിങ് കിട്ടും ഇല്ലേ? റൂട്ട് 25 ഈക്വൽ ആണ്. ഏകദേശം പറയാം 10 റൂട്ട് 25, അതായത് ഏകദേശം 10 ഇൻറ്റു 5, അതായത് ഏകദേശം 50-നേക്കാളും കുറച്ചുകൂടെ മേലുള്ള വാല്യൂ, 50-നേക്കാളും മേലിയവള് 51. ഓപ്ഷൻ 2. ഓക്കെ ആണോ? പറഞ്ഞേ. മനസ്സിലായോ മക്കളെ? മനസ്സിലായി? തംസം പഠിച്ചേ. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ പാടാ, പെട്ടെന്ന് ചെയ്തേ. എന്താണ് പറയുന്നത്? The initial speed of a body moving in uniform acceleration is u. So initial velocity എത്രയാണത്? u ആണ്. Its speed become double after covering s distance. So s distance കവർ ചെയ്തതിന് ശേഷം അതിന്റെ സ്പീഡ് എത്രയായിട്ട് മാറി? ഡബിൾ ആയിട്ട് മാറി. ഓക്കെ, സോ നമുക്ക് ഇവിടെ 3 കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? എന്താ പറയുന്നത്? വെൻ ഇറ്റ് കവേഴ്സ് അഡീഷണൽ എസ് ഡിസ്റ്റൻസ്. അഡീഷണൽ എസ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും എസ്, അപ്പൊ 2s ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സ്പീഡ് എത്രയെന്നാണ്. മക്കളെ ഇവിടെ 2 സെഷൻ ഉണ്ട്. നിങ്ങൾ മനസ്സിലായിട്ടുണ്ടോ? ഇവിടെ കോൺസ്റ്റന്റ് ആക്സലേഷൻ ആണ്, ആക്സലേഷൻ കോൺസ്റ്റന്റ് ആണ്, a which is equal to a constant. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് 2 സെഷൻ ഉണ്ട്. 2 സെക്ഷനിലാണെങ്കിലും ആക്സലേഷൻ സെയിം ആയിരിക്കും, ഒരേ മോഷൻ ആണ്. സോ ഒരേ മോഷനിൽ ആരാണ് സെയിം? ഇവിടെ ആക്സലേഷൻ സെയിം ആണ്. ഈ കാര്യം മനസ്സിലായോ?
സോ ഇവിടെ രണ്ട് പാർട്ടുണ്ട്. ആദ്യത്തെ ഒരു പാർട്ടിനകത്താണെങ്കിൽ എത്രയാണ്, എസ് ആദ്യത്തെ പാർട്ടിനകത്ത് ബോഡി ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതാണെങ്കിൽ എസ് ട്രാവൽ ചെയ്തപ്പം അതിൻ്റെ വെലോസിറ്റി എത്രയായിട്ട് മാറി, 2u ആയിട്ട് മാറി. അടുത്ത എസ് ട്രാവൽ ചെയ്യുമ്പോൾ വെലോസിറ്റി എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. സോ രണ്ട് പാർട്ടുണ്ട്. ഈ രണ്ട് പാർട്ടിൽ ആരാണ് കോമൺ? കോൺസ്റ്റന്റ് ആക്സലേഷൻ ആണ്, യൂണിഫോം ആക്സലേഷൻ ആണ്, ആക്സലേഷൻ കോൺസ്റ്റന്റ് ആണ്. സോ ആക്സലേഷൻ കണ്ടുപിടിക്കണം. സോ മീനയ്ക്ക് ആൻസർ കിട്ടി. സർ ആൻസർ എ ആണ്. സോറി, ആൻസർ എ അല്ല, ആക്സലേഷൻ എന്നാ പറഞ്ഞല്ലേ. സോറി. ഓക്കെ മക്കളെ, ശരി. ഓപ്ഷൻ 1 ആണെന്നാ പറഞ്ഞേ മീൻഹേ. ഓക്കെ, സോ നമ്മൾ എന്താ പറയുന്നത്, എ കണ്ടുപിടിക്കണം. എങ്ങനെ എ കണ്ടുപിടിക്കുന്നേ? നമ്മൾ ബേസിക് ഇക്വേഷൻ ഉപയോഗിക്കണം. വി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇതിന് എ കണ്ടുപിടിയടാ. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 2as. ഇവിടെയാണെങ്കിൽ വി സ്ക്വയർ എത്രയാണ്? വി സ്ക്വയർ 4 ആണ്. 4 3 3u സ്ക്വയർ എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 2as. ശരിയാണോ? ഇത് ചെയ്യേണ്ട ആവശ്യം ഇവിടെ കിടക്കട്ടെ. ഇത് നിങ്ങൾ കൊണ്ടുപോയത്, കാരണം 2as അവിടെയും വരും. നമുക്ക് 2as സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എളുപ്പം ഉണ്ടായിരിക്കും. പല ആൾക്കാരോടും എ കണ്ടുപിടിക്കാൻ നോക്കും. ഞാൻ എ കണ്ടുപിടിക്കില്ലെന്നേ പറയത്തുള്ളൂ. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ 2as ആയിട്ട് അവിടെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയം ലാഭിക്കാൻ പറ്റും. ഓപ്ഷൻ 3. ഓക്കെ. സോ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് വരാം. അഡീഷണൽ ഡിസ്റ്റൻസ്. അപ്പൊ അഡീഷണൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? അഡീഷണൽ ഡിസ്റ്റൻസ് എപ്പോഴും മെഷർ ചെയ്യേണ്ടത് ഇവിടുന്ന് എടുക്കണം, അല്ലാതെ നടുക്കുന്ന് എടുക്കാൻ നോക്കരുത്. എപ്പോഴും സെക്കൻഡ് കേസ് എടുക്കുന്നത് മാക്സിമം ഇനിഷ്യലി എടുക്കാൻ തുടങ്ങണം. എന്തിനാണ്? കണക്കിന് എളുപ്പം ഉണ്ടായിരിക്കും, സബ്സ്റ്റിറ്റ്യൂട്ട് എളുപ്പം ഉണ്ടായിരിക്കും. സോ ഇനിഷ്യലി എടുക്കാൻ നോക്കുക. ഓക്കെ ആണോ? സോ ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസിന്റെ വാല്യൂ 2s ആണ്. അപ്പൊ അങ്ങനെ എഴുതാം, ഡിസ്റ്റൻസ് വിച്ച് ഈസ് ഈക്വൽ ടു 2s ആകെ ഡിസ്റ്റൻസ്. സോ വി ഫൈനൽ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ. കണ്ടോ, സിമ്പിൾ ആവും. യു സ്ക്വയർ പ്ലസ് 2a, എസിന്റെ വാല്യൂ എത്രയാണ്? 2s. സോ 2as എവിടെ കണ്ടാലും നമ്മൾ പറഞ്ഞു എത്ര കൊടുക്കണം? 3u എന്ന് കൊടുക്കണം. സോ ഇട്ട് കൊടുത്ത് വി ഫൈനൽ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എത്രയാണ്? 3u സ്ക്വയർ. സോ 6u സ്ക്വയർ 7u സ്ക്വയർ. വി ഫൈനൽ വിച്ച് ഈസ് ഈക്വൽ ടു ഫൈനൽ സ്ക്വയർ വിച്ച് 7u സ്ക്വയർ. വി ഫൈനൽ which is equal to u root 7. So answer 3 root 7u. അതെ, മറിയത്തിന് നേരത്തെ ആൻസർ കിട്ടി. മക്കളെ ഇത് മനസ്സിലായോടാ? സാറി കടുകട്ടി ക്വസ്റ്റ്യൻ ആണോ? അല്ലല്ല, പ്രശ്നം സിമ്പിൾ ആണ്, ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ലോജിക്കലി നമ്മൾ അപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും. അടുത്ത ക്വസ്റ്റ്യൻ. എ കാർ ആക്സിലേറ്റ് ഫ്രം റെസ്റ്റ്. ഇത് ക്ലാസിക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒരു കാർ ആണെങ്കിൽ ഇത് ഒന്നുമില്ല, ഒരു ക്ലാസിക് ക്വസ്റ്റ്യൻ ആണ്. എന്തുവാണ്? വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്ക്. എ കാർ ആക്സിലേറ്റ് ഫ്രം റെസ്റ്റ്. റെസ്റ്റിൽ നിന്ന് ആക്സിലേറ്റ് ചെയ്യുകയാണ്. കണ്ടോ, ഗ്രാഫ് വരച്ചോ, ആക്സിലേറ്റ് ചെയ്യുകയാണ്. ഗ്രാഫ് ഇങ്ങനെ വരച്ചു. ആക്സിലേഷന്റെ വാല്യൂ എത്രയാണ്? അത് 2 m/s² ആണ്. ഫോർ സം ടൈം, ഞാൻ പറയാണ് t1 സമയത്തേക്ക് ആക്സിലേറ്റ് ചെയ്യും. ആൻഡ് റിട്ടാർഡ് ചെയ്തു. റിട്ടാർഡേഷൻ എത്രയാണ്? 4 m/s². ആൾക്കാർ കിട്ടിയ അബിക്ക് ഓപ്ഷൻ 3 കിട്ടി കഴിഞ്ഞു. സൂപ്പർ മക്കളെ. അങ്ങനെ ഈ ക്വസ്റ്റ്യൻ എന്താ വെച്ചേക്കുന്നേ? ദ റിമൈനിങ് മോഷൻ, ആകെ മോഷൻ നിലനിന്നത് എത്രയാണ്? ടീന്റെ വാല്യൂ എത്രയാണ്? 3 സെക്കൻഡ്. ഇഫ് റിമെയിൻസ് ഇൻ മോഷൻ എന്താണ്? മോഷൻ നിലനിന്നതെന്ന അർത്ഥം. അതായത് ആകെ ടൈമാണ്. വാക്കുകൾ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇഫ് ഇറ്റ് റിമെയിൻസ് ഇൻ മോഷൻ ഫോർ 3 സെക്കൻഡ്സ് പറഞ്ഞാൽ ടോട്ടൽ ടൈം ആണ് തന്നിരിക്കുന്നത്. മനസ്സിലാക്കണം കേട്ടോ, ടോട്ടൽ ടൈം ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എന്താ മാക്സിമം സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. സോ വി മാക്സ് കണ്ടുപിടിക്കണം. സോ വി മാക്സ് കണ്ടുപിടിക്കാനായിട്ട് ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് ഇത്തരം ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇഫക്റ്റീവ് ആക്സലേഷൻ കണ്ടുപിടിക്കാൻ നോക്കുക. ആക്സലേഷൻ ഇഫക്റ്റീവ് പല ഇക്വേഷൻസും ഉണ്ട് മാർക്കറ്റിൽ, ധാരാളം ഇക്വേഷൻ ഉപയോഗിക്കാം. എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഇക്വേഷൻ ഇതാണ്. ഇഫക്റ്റീവ് ആക്സലേഷൻ കണ്ടുപിടിക്കുക. ഒറ്റ ആക്സലേഷൻ ആയിട്ട് മാറ്റുക തന്നെ, യൂണിഫോം ആക്സലേഷൻ ആയിട്ട് മാറ്റുക. എത്രയാണ്?
ആൽഫ ബീറ്റ ഡിവൈഡ് ബൈ ആൽഫ പ്ലസ് ബീറ്റ. സോ ആൽഫ എന്ന് പറഞ്ഞാൽ 2 ആണ്, പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞാൽ 4 ആണ്, ഡിവൈഡ് ബൈ 2 പ്ലസ് 4 which is equal to 8 divided by 6 which is equal to 4/3. സോ നമുക്ക് എന്ത് കിട്ടി? ഇഫക്റ്റീവ് ആക്സലറേഷൻ കിട്ടി. വി മാക്സ് കണ്ടുപിടിക്കണം. വി മാക്സ് മാക്സിമം ഇഫക്റ്റീവ് ആക്സലറേഷൻ ഇൻറ്റു ടൈം. സോ ഇഫക്റ്റീവ് ആക്സലറേഷൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഒറ്റ ഇക്വേഷൻ ഇഫക്റ്റീവ് ആക്സലറേഷൻ മാത്രം മനസ്സിലാക്കിയാൽ മതി. വിച്ച് ഈസ് ഈക്വൽ ടു 4/3 ഇൻറ്റു എത്ര സമയത്തേക്കാ? 3 സെക്കൻഡ്. സോ ആൻസർ 4 മീറ്റർ പെർ സെക്കൻഡ്. സോ സിമ്പിൾ. അതെ, ദേവിക്ക് കിട്ടി, അബിക്ക് കിട്ടി. സൂപ്പർ മക്കളെ, 4 മീറ്റർ പെർ സെക്കൻഡ്. എല്ലാവർക്കും മനസ്സിലായോ? ക്വസ്റ്റ്യൻ ചെയ്യേണ്ട രീതി എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, സൂപ്പർ സൂപ്പർ സൂപ്പർ. നിങ്ങൾക്ക് ഇതിന്റെ ഷോർട്ട് കട്ട് അറിഞ്ഞുകൂടാ, ഇക്വേഷൻ അറിഞ്ഞുകൂടാ, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ആണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ തയ്യാറാണ്? നിങ്ങൾക്ക് വൺ ഷോട്ട് കംപ്ലീറ്റ് ഇതിന്റെ എന്തെല്ലാം ഷോർട്ട് കട്ടുകളുണ്ടോ, എന്തെല്ലാം കോൺസെപ്റ്റ് ഉണ്ടോ, അതെല്ലാം ചേർത്ത് വെച്ചിട്ട് ഒരു വൺ ഷോട്ട് എടുക്കാൻ ഞാൻ ഓക്കെ ആണ്. നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തെടുത്ത് തരാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ബോഡി സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ്. റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ തുടക്കം, സ്റ്റാർട്ട് T=0, റെസ്റ്റ് U=0. ഇനി എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നേ? വിത്ത് ആൻ ആക്സലറേഷൻ, അതിന് ആക്സലറേഷൻ എത്രയാണ്? 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതിന് ആക്സലറേഷൻ ഉണ്ട്. along y ആക്സിസ്. ഓക്കെ, അങ്ങനല്ല, ക്വസ്റ്റ്യൻ അല്ല ചെയ്യേണ്ടത്. അപ്പം ആക്സലേഷൻ എക്സ് ആക്സിലുണ്ട്. എക്സ് ആക്സിൽ ആക്സലേഷൻ എത്രയാണ്? ആക്സലേഷൻ എക്സ് ആക്സിസിലാണെങ്കിൽ 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതുപോലെ വൈ ആക്സിലും ആക്സലേഷൻ ഉണ്ട്. എത്രയാണത്? ആക്സലേഷൻ വൈ ആക്സിൽ ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പറയാം, സോ ആക്സലേഷൻ വെക്ടർ വിച്ച് ഈസ് ഈക്വൽ ടു 6i cap plus 8j cap മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നമുക്കിവിടെ വെക്ടറായിട്ടൊന്നുമില്ല കിടക്കുന്നത്. നമുക്ക് ഇപ്പം വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കാം വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 10. നമുക്ക് എന്ത് കിട്ടി? ആൾക്കാർക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. സോ 10 കിട്ടി. ആക്സലേഷൻ വാല്യൂ എത്രയാണ്? 10 ആണ്. ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസ് ട്രാവൽ കണ്ടുപിടിക്കണം. സോ S is equal to ut plus half at square. യുവിൻ്റെ വാല്യൂ 0 ആണ്. S is equal to half into a into t എത്രയാണ് മക്കളെ? 4 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 5 16 80. സോ 80 മീറ്റർ എന്ന് ആൻസർ കിട്ടും. സോ സിമ്പിൾ. പറഞ്ഞേ മനസ്സിലായോ? ഓക്കെ മക്കളെ, സൂപ്പർടാ. അടുത്ത ക്വസ്റ്റ്യൻ. A car moving with constant acceleration. Acceleration constant ആണ് a which is equal to a constant. Cover a distance between 2 points 60 meter in 6 seconds. Okay. Covers a distance between 2 points. എത്രയാണ്? 2 പോയിന്റ് നമ്മുടെ ഡിസ്റ്റൻസ് എത്രയാണ്? 60 മീറ്റർ. എത്ര സെക്കൻഡ് ആണ്? 6 സെക്കൻഡ്. The speed pass in the second point. ഇവിടുത്തെ സെക്കൻഡ് പോയിന്റിലെ സ്പീഡ് വെലോസിറ്റി ഉണ്ട്. എത്രയാണത്? 15 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയെങ്കിൽ യുവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സിമ്പിൾ, ഒന്നുമില്ല. നമുക്കറിയാം വി ആവറേജ് വെലോസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു v പ്ലസ് u ബൈ 2 ആണ്. യൂണിഫോം ആക്സലേഷൻ ആണെങ്കിൽ ആവറേജ് വെലോസിറ്റി എത്രയാണ്? ഇതാണ്. സോ പറഞ്ഞു പിടിച്ചേ, u പ്ലസ് v 15 ആണ്, ഡിവൈഡ് ബൈ 2 ആണ്. S is equal to V average into time ആണ്, which is equal to S ന്റെ വാല്യൂ എത്രയാണ്? 60 ആണ്. സോ 60 ഇൻറ്റു V ആവറേജ് എത്രയാണ്? U പ്ലസ് 15 ഡിവൈഡ് ബൈ 2 ഇൻറ്റു ടൈം എത്രയാണ്? 6 സെക്കൻഡ് ആണ്. ഇത് വെട്ടിപ്പോകുമ്പോൾ നമുക്ക് 10 കിട്ടും, ഇങ്ങോട്ട് വരുമ്പോൾ 20 കിട്ടും. സോ യുവിൻ്റെ വാല്യൂ 5 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. സോ ആൻസർ 5, ഓപ്ഷൻ 2. മക്കളെ മനസ്സിലായോടാ? പറഞ്ഞേ മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഈ ക്വസ്റ്റ്യൻ
വളരെ ലോജിക്കലായിട്ട് ആലോചിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ചെയ്ത് നോക്കാമോ? എങ്ങനെ ചെയ്യുന്നത്? എങ്ങനെയാ? v which is equal to v0 plus lambda x. Find the velocity in term of എന്താണ് t. എക്സിലാണ് ഇവിടെ വെലോസിറ്റി കിടക്കുന്നത്, ടിയിലേക്ക് മാറ്റാനാ പറഞ്ഞിരിക്കുന്നത്. ടിയിലേക്ക് ഇതിനെ മാറ്റാനാണ് പറഞ്ഞേക്കുന്നത്. ചെയ്യാൻ പറ്റുമോ? അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ടിയിലേക്ക് മാറ്റാൻ ആദ്യം എന്ത് ചെയ്യണം? പറഞ്ഞേ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും എന്ന് പറഞ്ഞു. എല്ലാവരും പറഞ്ഞേ, ഫസ്റ്റ് സ്റ്റെപ്പ്, ഈ ക്വസ്റ്റ്യൻ കിട്ടിയ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും? പറ, മൈക്കൊക്കെ ഓണാക്കി പറയാം. പറഞ്ഞോ. ഈ ക്വസ്റ്റ്യൻ കിട്ടിയ നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും? ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? പിള്ളേരെ ഞാൻ പറഞ്ഞു തന്നെയാണ്. ടൈമാണ് വേണ്ടുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡിഫറൻഷിയേറ്റ് ചെയ്തേ. dv by dt ഇത് കോൺസ്റ്റന്റ് ആണ്. v0 ഒരു കോൺസ്റ്റന്റ് ആണ്, അത് 0 ആയി പോകും. പ്ലസ് ലാംഡ ഇൻറ്റു dx ഡിവൈഡ് ബൈ ഓക്കെ ആണോ? സോ dv ഡിവൈഡ് ബൈ dt നമുക്ക് കിട്ടിയടാ എത്രയാണ്? ലാംഡ ഇൻറ്റു dx ബൈ dt എന്താണ്? v ആണ്. ഓക്കെ, ഇതിവിടെ കിടക്കട്ടെ, കാര്യം പിന്നെ പറഞ്ഞുതരാം. ഇത്രയും ചെയ്താൽ തന്നെ ആൻസർ കിട്ടും, പിന്നെ പറഞ്ഞുതരാം. പറഞ്ഞേ, ഇത്രയും മനസ്സിലായോ? ദേവിക്ക് ഓപ്ഷൻ 2 കിട്ടി. സൂപ്പർ. ശരി, അടുത്ത എന്താണ്? ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെയാണെങ്കിൽ ആ വിയെ താഴെ കൊണ്ടുപോവാ. dv ബൈ v വിച്ച് ഈസ് ഈക്വൽ ടു ലാംഡ dt. ഇനി എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. എന്തുകൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യണ്ടേ? നമുക്ക് ഇ റേസ് കിടക്കുന്നുണ്ട്. നമുക്കറിയാം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലോഗ് വരും, ലോഗിനെ അപ്പുറത്തോട്ട് പോകുമ്പോൾ ഇ റേസ് കിട്ടും. സോ ഇന്റഗ്രേറ്റ് ചെയ്തേ ലോഗ് വി, ലോഗ് ഇന്റഗ്രേറ്റ് ചെയ്യാം, അങ്ങനെ തന്നെ പറയാം. രണ്ട് ഭാഗത്ത് ഇന്റഗ്രേറ്റ് ചെയ്യും. സോ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യും, ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യും. ആരാണോ വേരിയബിള്, ആരാ വേരിയബിൾ ഇവിടെ? വെലോസിറ്റി ആണ് വേരിയബിൾ, അതിന്റെ ലിമിറ്റ് കൊടുക്കണം. സോ വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി. ഇവിടെ ആരാണ് വേരിയബിൾ? ടൈം ആണ്. സോ ടൈമിന് ലിമിറ്റ് കൊടുക്കണം, 0 to t. ഓക്കെ ആണോ? ഇനി ചെയ്ത് നോക്കി, ലോഗ് എത്രയാണ്? v by v0, ലോഗ് v by v0 which is equal to lambda t. So v by v0 which is equal to, ഇതിനെ ഇവിടെ കൊണ്ടുപോ, e raised to lambda t. v which is equal to v0 into e raised to lambda t. So option 1 ആണ്, 2. പറഞ്ഞേ, ഇത് മനസ്സിലായോ? ഓക്കെ, വേറെ ട്രിക്ക് ഉണ്ട്, വേറൊന്നുമില്ല. അത് നിങ്ങളാണെങ്കിൽ കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്നതാണ്. എപ്പോഴെങ്കിലും ഒരു ക്വാണ്ടിറ്റിയെ അതിൻ്റെ റേറ്റ് എടുക്കാൻ പോവുകയാണ്, ഒരു ക്വാണ്ടിറ്റിയുടെ റേറ്റ് എടുക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കണേ, എപ്പോഴെങ്കിലും ഒരു ക്വാണ്ടിറ്റിയുടെ റേറ്റ് എടുക്കാൻ പോവുകയാണ്. സോ റേറ്റ് എടുക്കുന്നപ്പോൾ ഇത് കോൺസ്റ്റന്റ് അല്ലയോ? ആ റേറ്റ് എന്ന് പറയുന്നത് ആ ക്വാണ്ടിറ്റിക്ക് തന്നെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ക്വാണ്ടിറ്റിയുടെ റേറ്റ് എടുക്കുമ്പോൾ, ക്വാണ്ടിറ്റി വി ആണ്, ആ ക്വാണ്ടിറ്റിയുടെ റേറ്റ് എടുക്കുമ്പോൾ ആ ക്വാണ്ടിറ്റിക്ക് തന്നെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെയെങ്കിൽ ആ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇ റേസ് ടു ഈ ഇതായിരിക്കും, ഇതാണ് ടൈം ആയിരിക്കും, ഇ റേസ് ടു ടൈം ആയിരിക്കും. അപ്പൊ നോക്കുക, മതി, ക്വാണ്ടിറ്റി കൂടത്തേ ഉള്ളൂ, വെലോസിറ്റി കൂടത്തേ ഉള്ളൂ, ഒരിക്കലും നെഗറ്റീവ് ആവത്തില്ല, കൂടത്തേ ഉള്ളൂ, പ്ലസ് ഒന്നും വരത്തില്ല, ഇ റേസ് ടു എന്ന ഫോർമാറ്റിലാണ് കിടക്കുന്നത്. സോ കണ്ണടച്ച ആൻസറിലേക്ക് പോകാൻ കഴിയും. ഓക്കെ, ഇത്തരം ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഫോർമാറ്റ് വരുന്നാൽ ആൻസർ ഇങ്ങനെയേ പോകത്തുള്ളൂ എന്ന് മനസ്സിലാവും. കുറേ ക്വസ്റ്റ്യൻ ചെയ്യണം, കുറേ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി ഈ ഒരു ഫോർമാറ്റ് കിട്ടുമ്പോൾ പിന്നെ നിങ്ങൾ ആൻസറിലേക്കേ നോക്കത്തുള്ളൂ.
ഈ റാങ്ക് മേക്കിംഗ് സ്റ്റുഡൻസ് ആണെങ്കിൽ സാധനം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ അവർ ആൻസറിലേക്കേ നോക്കത്തുള്ളൂ. ഇതല്ല ഇത് പോയി സമയം. അപ്പൊ നമ്മൾ ബാക്കി ചെയ്യുന്ന ആൾക്കാരുടെ സമയം അവിടെ സേവ് ചെയ്യുവാണ്. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റും. ചെയ്തേ, പെട്ടെന്ന് ആൻസർ പറഞ്ഞു. എന്തോ ചെയ്യും നിങ്ങൾ? സാർ ഞങ്ങൾ സ്ക്വയർ ചെയ്യും. v square which is equal to u square plus 2as. So ഇവിടെയാണെങ്കിൽ 2a which is equal to minus 60, a which is equal to minus 8 meter per second square. Option 2. മൈനസ് അല്ലേ, ഓപ്ഷൻ 1 അല്ല. അതേ, ഓപ്ഷൻ 2. ഓക്കെ, ശരി. സോറി, ഓപ്ഷൻ 2 അല്ല, സോറി. ഓപ്ഷൻ 1. ഓക്കെ, മൈ മിസ്റ്റേക്ക്. മക്കളെ ഇത് മനസ്സിലായോടാ? പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചെയ്തേ. ഈ കുഞ്ഞു ക്വസ്റ്റ്യനൊക്കെ പെട്ടെന്ന് ചെയ്ത് നിർത്തി. ക്വസ്റ്റ്യൻ എന്താ പറയണേ? ഇവിടെയാണെങ്കിൽ എ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ടി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ യുവിന്റെ വാല്യൂ എത്രയാണ്? 0. വിത്ത് യൂണിഫോം ആക്സലേഷൻ യൂണിഫോം ആണ്. The acceleration of the body is a function of time. Acceleration a which is equal to pt. p എന്നൊരു കോൺസ്റ്റന്റ് ആണ് എന്ന് പറയുന്നുണ്ട്. Then the displacement of the particle in time t1. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞ ഒന്നുമില്ല. എ ടി ഫംഗ്ഷൻ തന്നിട്ട് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ പറയുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യും മക്കളെ? എ ടി ഫംഗ്ഷൻ തന്നു, ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ പറയുകയാണ്. എന്ത് ചെയ്യും? ആക്സലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡി വി ബൈ ഡി ടി ആണ്. ആക്സലേഷന് പകരം ഡി വി ബൈ ഡി ടി പി ഇൻറ്റു ടി. ഇന്റഗ്രേറ്റ് ചെയ്യാം, പക്ഷെ എന്ത് ചെയ്യണം? അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യണം. സോ ഡി വി ഇപ്പൊ ആക്സലേഷൻ എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ എ ടി ഫംഗ്ഷൻ ഡയറക്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്തതിന് എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ഫോമാറ്റിലേക്ക് മാറ്റി എഴുതണം. എത്രയാണ്? ഡി വി വിച്ച് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ഡി ടി. സോറി, പി ഇൻറ്റു ടി ഇൻറ്റു ഡി ടി. ഓക്കെ ആണോ? ഇതെന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി, കാര്യം ഞാൻ ഇത് ചെയ്യുന്നത് ആക്ച്വലി ഇങ്ങനൊന്നും അല്ല ചെയ്യേണ്ടത്, ഞാൻ കാണിച്ചതന്നേ ഉള്ളൂ. ഇന്റഗ്രേറ്റ് ചെയ്യണം. യു വി ഡി വി വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രേറ്റ് ചെയ്യണം 0 ഇൻറ്റു T1. ഞാൻ ടി എന്ന് കൊടുക്കാം, നമുക്ക് അവസാനം T1 കൊടുക്കാം. സോ പി ടി ഡി ടി അത് കിട്ടും. വി മൈനസ് യു എന്ന് കിട്ടും. വി മൈനസ് യു വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പി ടി സ്ക്വയർ ഡിവൈഡ് ബൈ 2. ഓക്കെ ആണോ? ഇനിയാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടുന്നത്? ആക്ച്വലി ഡിസ്പ്ലേസ്മെന്റ് ആണ് വേണ്ടത്. ഓക്കെ, നമുക്ക് വീണ്ടും എന്ത് ചെയ്യണം? സോ യുവിന്റെ വാല്യൂ 0 എന്ന് അറിയാം, തന്നിട്ടുണ്ട് യുവിന്റെ വാല്യൂ 0 ആണ്. സോ വി വിച്ച് ഈസ് ഈക്വൽ ടു പി ടി സ്ക്വയർ ഡിവൈഡ് ബൈ 2. ഓക്കെ ആണോ? ഇനി വിനെ മാറ്റണം. വി എങ്ങനെ മാറ്റും? ഡി എക്സ് ഡിവൈഡ് ബൈ ഡി ടി വിച്ച് ഈസ് ഈക്വൽ ടു പി ടി സ്ക്വയർ ഡിവൈഡ് ബൈ 2. ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് പി ടി സ്ക്വയർ ഡി ടി. എക്സ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രേറ്റ് ചെയ്യണം. പറഞ്ഞ ആൻസർ പറഞ്ഞു തന്നെ. ഹാഫ് ഇൻറ്റു പി ടി ക്യൂബ് ഡിവൈഡ് ബൈ 3. So x which is equal to 1/6 p t cube. So t ക്ക് പകരം T1 കൊടുക്കാൻ മറന്നുപോയി, T1 കൊടുക്കണം. 1/6 p t cube. മക്കളെ ഓപ്ഷൻ 4. എല്ലാവർക്കും മനസ്സിലായോ? ബേസിക്കലി എന്തുവാണ്? ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇതാണ്. എല്ലാവർക്കും എത്തിയോ? ശരി, അടുത്ത ക്വസ്റ്റ്യൻ. ചെയ്ത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. എനിക്കുള്ള ക്വസ്റ്റ്യൻ അല്ല, നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ്?
v which is equal to 2t plus 3 meter per second. ഈ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ തന്നിട്ടുണ്ട്. ആവറേജ് വെലോസിറ്റി ചോദിച്ചിരിക്കുന്നേ മക്കളെ. ആവറേജ് വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുന്നേ? വി ആവറേജ് വേറെ ഒന്നും ചെയ്യണ്ട, പല രീതിയിൽ ചെയ്യാൻ പറ്റും. ടൈമിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ആവറേജ് വെലോസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു u പ്ലസ് വി ബൈ 2. ഇവിടെ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ടീന് 0 കൊടുക്കണം. അപ്പോൾ എത്ര കിട്ടും നിങ്ങൾക്ക്? ടീൻ്റെ വാല്യൂ 0 കൊടുത്തേ u വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും മക്കളെ? 3 എന്ന് കിട്ടും. വിന്റെ വാല്യൂ എത്ര കിട്ടും? ഇവിടെ 5 എന്ന് കിട്ടും ഇല്ലേ? 5 എന്ന് കിട്ടും. സോ 3 പ്ലസ് 5 ഡിവൈഡ് ബൈ 2 8/2 which is equal to 4 meter per second. So simple. സിമ്പിൾ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ പാർട്ടിക്കിൾ ഗിവൺ ബൈ s is equal to 3t square plus 4. ആവറേജ് സ്പീഡ് മക്കളെ, ആവറേജ് സ്പീഡ് എന്ന് എന്താടാ? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ആണ്. ഇതേപോലെയാണ്. സോ ഇനിഷ്യൽ പറഞ്ഞേ 4 കിട്ടും. ഫൈനൽ എത്ര കിട്ടും? 3 into 4 square plus 4. സോ 12 16 18 എത്ര കിട്ടും? 48 4 52. ശരിയാണോ ചോദിക്കുന്നത്? 48 42 4 52. വിച്ച് ഈസ് ഈക്വൽ ടു ആവറേജ് സ്പീഡ് which is equal to total displacement final position minus initial position divided by time difference of 4 minus 3, which is equal to 52 minus 4 divided by 4. 48 divided by 4 12 meter per second. So answer 3. മക്കളെ മനസ്സിലായോ? ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പറഞ്ഞേ. മനസ്സിലായി? തംസം പഠിച്ചേ. മനസ്സിലായെങ്കിൽ തംസം പഠിച്ചേ. എന്താ മക്കളെ? അതെ, ടോട്ടൽ ഡിസ്റ്റൻസ്. നമുക്ക് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസും സെയിം തന്നെയാണ്. കാര്യം ബോഡി റിവേഴ്സ് ചെയ്യുന്നുണ്ടോ അവിടെ? ഈ ഫംഗ്ഷൻ കണ്ട് നമുക്ക് ബോഡി റിവേഴ്സ് നമുക്ക് എങ്ങനെ മനസ്സിലാകും ബോഡി റിവേഴ്സ് ചെയ്യുന്നോ ഇല്ലയോ? ഓക്കെ, ഒരു നോക്കാം. ഇവിടെയാണെങ്കിൽ എവിടെയെങ്കിലും ബോഡി റിവേഴ്സ് ചെയ്യണമെങ്കിൽ സ്പീഡ് കുറയണ്ടേ? അബിയെ കുറയണ്ടേ? ഇത് കുറയും നോക്കാം. പറഞ്ഞേ വെലോസിറ്റി പറഞ്ഞേ 60 പ്ലസ് 4. എന്താ മക്കളെ? ഇതല്ലേ നമ്മൾ 60 വെലോസിറ്റി വിച്ച് ഈസ് ഈക്വൽ എന്താണ്? 60. ഇപ്പൊ ടൈമിന് പോസിറ്റീവ് ആയാലും മാത്രമല്ല വെലോസിറ്റി പോസിറ്റീവ് ആണേ. ആക്സലറേഷൻ പറഞ്ഞു തന്നേ, അതും പോസിറ്റീവ് ആണേ. ഇപ്പൊ ബോഡി റിട്ടേൺ ചെയ്യുന്നുണ്ടോ? ബോഡിയുടെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുമല്ലോ ഈ പോസിറ്റീവ് ഡയറക്ഷനിൽ. അപ്പം ഇത് എന്താണ്? നേരെ പോകുന്ന ബോഡിയാണ്. അതിന്റെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും പറ സെയിം ആണ്. അങ്ങനെയെങ്കിൽ ആവറേജ് സ്പീഡ് എന്ന് ചോദിച്ചോട്ടെ, ആവറേജ് വെലോസിറ്റിയും ചോദിച്ചോട്ടെ. ഇങ്ങനെ ചെയ്യാം. മോള് പറഞ്ഞ കറക്റ്റ് ആണ്. ഇവിടെ ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു -t കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ ബോഡി തിരിച്ചു കൊണ്ടുവരാം. കൊണ്ടുവന്നൂടെ? ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഒരു ഫംഗ്ഷൻ എഴുതി കാണിച്ചു തരാൻ പോവാണ്. എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 8t സ്ക്വയർ മൈനസ് 4t പ്ലസ് 3. ഒരു ഫംഗ്ഷൻ എഴുതി കാണിച്ചു. ഈ ബോഡി റിട്ടേൺ ചെയ്തില്ലേ മക്കളെ? കാര്യം പറഞ്ഞേ, ഈ ബോഡി റിട്ടേൺ ചെയ്യുമോ ഇല്ലയോ? പറഞ്ഞ എല്ലാവരും പറഞ്ഞേ, ഈ ബോഡി റിട്ടേൺ ചെയ്യുമോ ഇല്ലയോ? ഈ ബോഡി റിട്ടേൺ ചെയ്യും. കാര്യം എന്താണ്? s is equal to ut പ്ലസ് ഹാഫ് at സ്ക്വയർ ആണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയപ്പം യുവിന്റെ വാല്യൂ നെഗറ്റീവ് ആണ്, പക്ഷേ എന്റെ വാല്യൂ പോസിറ്റീവ് ആണ്. ആണോ ഇല്ലയോ? സോ യു നെഗറ്റീവ് ആണ്, എ പോസിറ്റീവ് ആണ്.
അല്ലെങ്കിൽ കണ്ടുപിടിച്ച് നോക്ക്, എനിക്ക് വിശ്വാസമില്ലെങ്കിൽ കണ്ടുപിടിച്ച് നോക്ക്. അപ്പൊ ഈ ബോഡി എന്ത് ചെയ്യും? ഇതിന് ആദ്യമേ വെലോസിറ്റി എങ്ങോട്ടാണ്? ബാക്കിലേക്കാണ്. ഇനിഷ്യൽ വെലോസിറ്റി ബാക്കിലേക്കാണ്. യുവിന്റെ വാല്യൂ ബാക്കിലേക്കായിരുന്നു. ആക്സലേഷൻ പോസിറ്റീവ് ആണ്, ഫ്രണ്ടിലേക്കാണ്. അപ്പൊ ഈ ബോഡി എന്ത് ചെയ്യും? റിട്ടേൺ ചെയ്യുന്ന ബോഡിയാണ്. അപ്പൊ ഇതിന്റെ വെലോസിറ്റി 0 ആവും. പിന്നെ ശേഷം എന്ത് ചെയ്യും? ആദ്യം ബോഡി ആണെങ്കിൽ ഇങ്ങോട്ട് സഞ്ചരിച്ച് ഇങ്ങോട്ട് പോകും. സോ ഇവിടെ എന്ത് ചെയ്യും? ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റും ഈ കേസിൽ സെയിം അല്ല. അബിയെ മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? നമ്മൾ ഈ പറഞ്ഞത് ഏലിയൻ ലാംഗ്വേജ് ഒന്നും അല്ല. എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ. തീരുന്നില്ലല്ലോ മക്കളെ, കുറെ ഉണ്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞേ. ഈ ക്വസ്റ്റ്യൻ എന്താണ്? എ ലിഫ്റ്റ്, ഇതൊരു ലിഫ്റ്റ് ആണ്. മൂവിങ് അപ്വേർഡ്, മൂവിങ് എന്ന് പറഞ്ഞാൽ യു ഇനിഷ്യൽ വെലോസിറ്റി ആണ്. യുവിന്റെ വാല്യൂ എത്രയാണ്? 20 m/s ആണ്. ഹാവിങ് ആക്സലറേഷൻ ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ, ആക്സലറേഷൻ ഉണ്ട്, ഡൗൺവേർഡ് ആണ്. എത്രയാണ്? 5 m/s² ആണ്. ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ ദ ബോൾട്ട്, ഇവിടെയും ബോൾട്ട് ആണ്. ബോൾട്ട് എന്ത് ചെയ്യും? ഡ്രോപ്പ് ചെയ്യാൻ പോവാണ് ഫ്രം ദ സീലിംഗ്. അറ്റ് ദാറ്റ് മൊമെന്റ്, ഇവിടെ ഡ്രോപ്പ് ആയ മൊമെന്റില്, ഈ മൊമെന്റിലെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് വാല്യൂ ആണോ അല്ല ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണോ കറക്റ്റ് ആണോ? ജസ്റ്റ് ഡ്രോപ്പ് ദെൻ. ഓക്കെ, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. വെലോസിറ്റി ഓഫ്, ഓക്കെ, ഒരു ബോൾട്ട് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലിഫ്റ്റിന് മുകളിലേക്ക് വെലോസിറ്റി ഉണ്ടെങ്കിൽ അതേ വെലോസിറ്റി ആയിരിക്കും ആർക്കുമുള്ളത്? ബോൾട്ടിനുമുള്ളത്. മക്കളെ ഈ കാര്യം മനസ്സിലായോ? ഡ്രോപ്പ് ചെയ്യുമ്പോൾ ലിഫ്റ്റിന് നേരത്തെ എന്ത് വെലോസിറ്റി ആണോ അതാണ് ആർക്കുമുള്ളത്? ആർക്കുള്ളത്? ഡ്രോപ്പ് ചെയ്യുന്ന മൊമെന്റില് ബോൾട്ടിനുമുള്ളത്. ശരി, അങ്ങനെയെങ്കിൽ ബോൾട്ടിന്റെ വെലോസിറ്റി എത്രയാണ്? ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് ബോൾട്ട് എത്രയാണ്? 20 m/s ആണ്. പക്ഷെ ആക്സലേഷൻ, ലിഫ്റ്റിന്റെ ആക്സലേഷൻ കിട്ടത്തില്ല. ആക്സലേഷൻ ആരാ കൊടുക്കുന്നേ? ഭൂമിയാണ് ആക്സലേഷൻ കൊടുക്കുന്നത്. ഓക്കെ, വെലോസിറ്റി ഓഫ് ദ ബോൾട്ട് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്, ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആൾ കാണുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണെന്നാ പറഞ്ഞേക്കുന്നത്? ഈ സീറോ അല്ല. എന്തുണ്ട്? ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആൾ നോക്കുമ്പോൾ അതിന് വെലോസിറ്റി ഉണ്ട്. അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് തെറ്റാണ്. വെലോസിറ്റി ഓഫ് ദ ബോൾട്ട് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ഈസ് 20 upward direction. അത് കറക്റ്റ് ആണ്. സോ കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് എന്താണ്? വെലോസിറ്റി ഓഫ് ദ ബോൾട്ട് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് എങ്ങനെയാണ്? മുകളിലേക്കാണ്. അത് കറക്റ്റ് ആണ്. ആക്സലേഷൻ ഓഫ് ദ ബോൾട്ട് എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 അല്ല, എത്രയാണ്? 9.8 ആണ്. അത് തെറ്റാണ്. നൺ ഓഫ് ദിസും തെറ്റാണ്. ഓക്കെ മക്കൾ, ഇത് മനസ്സിലായോടാ? പറഞ്ഞേ. കോൺസെപ്റ്റുവൽ ആയിരുന്നു, എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. എ പാർട്ടിക്കിൾ ഓഫ് മാസ് m മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഈസ്, അപ്പം ഒരു പാർട്ടിക്കിൾ ഉണ്ട്, അതിൻ്റെ മാസ് m ആണ്, അത് സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുകയാണ്. സോ വെലോസിറ്റി ഇങ്ങോട്ടാണ്. ഈസ് ആക്റ്റഡ് ഓൺ ബൈ എ റിട്ടാർഡിങ് ഫോഴ്സ്. ഇപ്പോൾ റിട്ടാർഡിങ് ഫോഴ്സ് എപ്പോഴും എന്ത് ചെയ്യും? ആ ഫോഴ്സ് മോഷൻ എന്ത് ചെയ്യും? എതിർക്കും. സോ ഫോഴ്സിന്റെ വാല്യൂ ഉണ്ട്, F = B e⁻⁴ ഇക്വേഷൻ തരുന്നുണ്ട്. അതുപോലെ പറയുന്നുണ്ട് ബിയും ആൽഫയും എന്താണ്? പോസിറ്റീവ് കോൺസ്റ്റൻസ് ആണ്. ഇതെല്ലാം പോസിറ്റീവ് കോൺസ്റ്റന്റ് ആണ്, പോസിറ്റീവ് വാല്യൂ. അറ്റ് t = 0 ടൈമിന്റെ വാല്യൂ 0 ആയപ്പോൾ, അതായത് ഇനിഷ്യൽ സമയത്ത് വെലോസിറ്റി എത്രയാണ്? വെലോസിറ്റി v0 ആണ്. ഇനിഷ്യൽ വെലോസിറ്റി യുവിന്റെ വാല്യൂ v0 ആണ്. അങ്ങനെയെങ്കിൽ അറ്റ് വാട്ട് ടൈം ഡസ് ഇറ്റ് കം ടു റെസ്റ്റ്? ഏത് സമയത്താണ് ഇത് റെസ്റ്റിലാവുന്നത്? സോ സമയമാണ് വേണ്ടുന്നത്. വെലോസിറ്റിന്റെ വാല്യൂ 0 ആകുന്ന സമയമാണ് വേണ്ടുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലായോ മക്കളെ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? സോ ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് അപ്രോച്ച് ചെയ്യുന്ന മെത്തേഡ് ആദ്യമേ ആക്സലേഷൻ കണ്ടുപിടിക്കണം. ആക്സലേഷൻ കണ്ടുപിടിച്ചിട്ട് അങ്ങനെയാണ് വരേണ്ടത്. പക്ഷെ അതിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മളൊരു തോട്ട് മെത്തേഡാണ്. നമ്മൾ പറയുകയാണ്, ഇങ്ങനെ ഇക്വേഷൻ ആണെങ്കിൽ പോസിബിൾ ആകണമെങ്കിൽ, ഇങ്ങനത്തുള്ള ഇക്വേഷൻസ് പോസിബിൾ ആകണമെങ്കിൽ ആ ഇക്വേഷൻസ് എല്ലാ കണ്ടീഷനിലും വർക്ക് ചെയ്യണം. അപ്പം S = ut + ½ എന്ന ഇക്വേഷൻ ഏത് സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? അത് വർക്ക് ആവണം. ശരിയല്ലേ? അതായത് ബോഡി ഇനിഷ്യലി എന്തിലാണ്? ഒരു വെലോസിറ്റി ഉണ്ട്. ഞാൻ പറയും ഇനിഷ്യലിയേ എന്താണത്? റെസ്റ്റ് ആണെന്ന് വിചാരിച്ചു. ഈ ബോഡി ഇനിഷ്യലിയേ
റെസ്റ്റിലാണെന്ന് കരുതിക്കുക. അതായത് ഇനിഷ്യൽ സമയം എത്രയാണ്? ടി ഈക്വൽ ടു 0. 0 സമയത്ത് ബോഡി എന്തിലാണ്? റെസ്റ്റിലാണെന്ന് കരുതിക്കും. അപ്പം ഇനിഷ്യൽ സമയത്ത് ഇനിഷ്യൽ സമയത്ത് അപ്പോഴേ ബോഡി എന്തിലാണ്? ബോഡി റെസ്റ്റിലാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഞാൻ പറയുകയാണ്, എവിടെയെങ്കിലും ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റിയുടെ വാല്യൂവേ 0 ആണെന്ന് വിചാരിച്ചോ. ഇനിഷ്യൽ വെലോസിറ്റി വാല്യൂ എത്രയാണ്? നിങ്ങൾക്ക് അത് ചിന്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സാർ അപ്പം ചോദിക്കാം, സാർ ഇവിടെയാണെങ്കിൽ ടീൻ്റെ വാല്യൂ 0 ആയപ്പം യുവിൻ്റെ വാല്യൂ V0 അല്ലേ, നമ്മളങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? ചേഞ്ച് ചെയ്യുന്നില്ല, നമ്മൾ V0ന് ചേഞ്ച് ചെയ്യുന്നില്ല. സോ ടീൻ്റെ വാല്യൂ 0 ആയപ്പം യുവിൻ്റെ വാല്യൂ V0 തന്നെയാണ്. സോ V0ന്റെ വാല്യൂ ആണ് എന്ത്? 0 എന്ന് വിചാരിച്ചു. കാര്യം മനസ്സിലായോ? അപ്പം V0ന്റെ വാല്യൂ എത്രയാണ്? 0. അപ്പം ഞാൻ V0 ഞാൻ 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, V0ന് 0 എന്ന് വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ടീൻ്റെ വാല്യൂ, ഇത് ഓരോന്നുമാണ് ടി എന്ന് പറയുന്നത്, ടീൻ്റെ വാല്യൂ എത്ര കിട്ടണം? 0 കിട്ടണം. നമുക്ക് കിട്ടുമെന്ന് നോക്കാം. സോ ഇക്വേഷൻ എല്ലായിടത്തും വർക്ക് ആവണമല്ലോ. സോ ഇവിടെയാണ് ഇട്ട് നോക്കി, ഇവിടെയാണെങ്കിൽ ഞാൻ V0ന് പകരം, ഇവിടെ V0 കാണുന്നു, V0ന് പകരമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു? 0 ഇട്ട് കൊടുത്തു. അപ്പോൾ e⁻0 എത്രയാണ്? 1 ആണ്. സോ 1 - 1 എത്രയാണ്? 0 ആണ്. ഈ കാര്യം മനസ്സിലായോ? സോ ഇവിടെ എന്ത് ചെയ്യും? 0 കിട്ടും. സോ ഇത് ഓക്കെ ഇക്വേഷൻ ആണ്, ഇത് ഓക്കെ ആണ്. അതുപോലെ ഇവിടെ എന്ത് കിട്ടും? അതും 1 കിട്ടും, അതും ഓക്കെ ആണ്. ഈ രണ്ട് കാര്യം മനസ്സിലായോ? ഇനി ഇവിടെയാണെങ്കിൽ e⁻0 എത്രയാണ്? അത് 1 ആണ്. അപ്പോൾ ഇത് ഫുള്ള് 1 ആയിട്ട് പോവും. അപ്പോൾ എനിക്ക് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, നമ്മൾ V0ന്റെ വാല്യൂ 0 ആകുമ്പം V0ന്റെ വാല്യൂ നമ്മൾ V0ന്റെ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്ത് കിട്ടുന്നില്ല? എനിക്ക് 0 കിട്ടുന്നില്ല. അപ്പം ഇതും ഇതും എന്തല്ല? എൻ്റെ ആൻസേഴ്സ് അല്ല. ഈ കാര്യം മനസ്സിലായോ? ഓക്കെ. ഇനി സെക്കൻഡ് കണ്ടീഷൻ നമ്മൾ എപ്പോഴും ആണെങ്കിൽ നമ്മളിപ്പം ഈ ബൗണ്ടറി മെത്തേഡ് എന്ന് പറയും, ഇത്തരം മെത്തേഡിനെയാണ് ബൗണ്ടറി സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്നാണ് പറയുന്നത്. സോ ബൗണ്ടറി സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് ആൾക്കാരാണ്. ഒന്നെന്ന് പറയുന്നത് ഏതെങ്കിലും വാല്യൂസ് ഉണ്ടെങ്കിൽ വാല്യൂസ് ഇട്ട് കൊടുക്കും. രണ്ടെന്ന് പറഞ്ഞാൽ 0, അതുപോലെ ഇൻഫിനിറ്റി. ഞാൻ പറയുകയാണ്, ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റി എന്ന് വിചാരിച്ചു. ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്? നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ എന്തുവായിരുന്നു? ഇനിഷ്യൽ വെലോസിറ്റി എത്രയായിരുന്നു? ഇനിഷ്യൽ വെലോസിറ്റിന്റെ വാല്യൂ 0. സോ ഇനിഷ്യൽ വെലോസിറ്റിന്റെ വാല്യൂ 0, ടൈമിന്റെ വാല്യൂ 0. ഓക്കെ ആണോ? ഇതെങ്ങനെ മനസ്സിലായി? ഇനിഷ്യൽ വെലോസിറ്റിന്റെ വാല്യൂ 0 ആകുമ്പോൾ ടൈമിന്റെ വാല്യൂ 0 ആണെന്ന് ഇവിടെ മനസ്സിലായേ? ക്വസ്റ്റിനിൽ പറയുന്നത് ടൈമിന്റെ വാല്യൂ 0 ആകുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി V0 എന്ന് പറയുന്നുണ്ട്. ഞാൻ V0ന്റെ വാല്യൂ കൊടുത്ത് 0 വന്നു. കത്തിയോ? ഓക്കെ, അത് ഒന്നാമത്തെ കണ്ടീഷൻ മനസ്സിലായി. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ ഞാൻ പറയുകയാണ്, V0ന്റെ വാല്യൂ ഇൻഫിനിറ്റി എന്ന് വിചാരിച്ചോ. അതിന്റെ മീനിങ് എന്താണ്? നേരത്തെ ഉയർന്ന വെലോസിറ്റി ഉണ്ട്. നേരത്തെ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഉയർന്ന വെലോസിറ്റി എന്നാണ്. ഉയർന്ന വെലോസിറ്റി ഉണ്ട്, ഇനിഷ്യലി ഉയർന്ന വെലോസിറ്റി ആണ്. അങ്ങനെയെങ്കിൽ എത്ര സമയം കൊണ്ടാണ് ഇത് റെസ്റ്റിലാവുന്നത്? ഓക്കെ ആണോ? അപ്പൊ ടൈമിന്റെ വാല്യൂ ഇൻഫിനിറ്റി ആവുമോ? ഇല്ല. ടൈമിന് എന്താണ്? ഫൈനൈറ്റ് വാല്യൂ ആണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ടൈമിന് എന്തൊരു വാല്യൂ വേണം? ഫൈനൈറ്റ് വാല്യൂ വേണം. ഈ കാര്യം മനസ്സിലായോ? അപ്പോൾ എനിക്ക് അറിയേണ്ടത് V0ന്റെ വാല്യൂ ഇൻഫിനിറ്റി ആകുമ്പം എവിടെയാണ് ടൈമിന് ഫൈനൈറ്റ് ആയിട്ടൊരു വാല്യൂ കിട്ടുന്നത്? നോക്കി, നമുക്ക് ഈ ഇക്വേഷൻ നോക്കാം. ഫസ്റ്റിനകത്ത് എന്താ പറയുന്നത്? m/ab ഇൻറ്റു 1 - 1/e⁻, കാര്യം മൈനസ് അടക്കുന്നത് α⁵V0. കാര്യം മനസ്സിലായോ മക്കളെ? ഈ ഒരു ക്വസ്റ്റിനകത്ത്, ഈ ഒരു ഓപ്ഷനകത്താണെങ്കിൽ ഞാൻ V0ന്റെ വാല്യൂ ആണെങ്കിൽ ഇൻഫിനിറ്റി ആയി കഴിഞ്ഞാൽ e⁻∞ എത്ര കിട്ടും? e⁻∞ ഇൻഫിനിറ്റി ആണോ? e⁻∞ ആണ്. സോ 1/∞ എത്രയാണ്? 0 ആണ്. സോ ഇതിന്റെ വാല്യൂ എത്ര കിട്ടും? m/ab എന്ന് കിട്ടും. ab അല്ല, α⁵b എന്ന് കിട്ടും. കാര്യം മനസ്സിലായോ? സോ എനിക്ക് ഇവിടെ എന്തുണ്ട്? ഒരു ഫൈനൈറ്റ് ടീന്റെ വാല്യൂ ഉണ്ട്. ഇനി ഇവിടെ നോക്ക്, ഇവിടെ നോക്കുമ്പം m/ab ഇൻറ്റു e⁻V0 ഇൻഫിനിറ്റി കൊടുക്കുകയാണ്. സോ ഇത് കംപ്ലീറ്റ് ഇൻഫിനിറ്റി ആയിട്ട് മാറും. കംപ്ലീറ്റ് എന്തായിട്ട് മാറും? ഇൻഫിനിറ്റി ആയിട്ട് മാറും. സോ ഇൻഫിനിറ്റി -1 എന്താണ്? ഒരു വലിയ ഫൈനൈറ്റ് വാല്യൂ ആണോ ഇൻഫൈനൈറ്റ് വാല്യൂ ആണോ?
സോ ഒരിക്കലും ഇത് പോസിബിൾ അല്ല, ഇത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാര്യം എന്താണ്? ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യണം? ഒരു ഫൈനൈറ്റ് വാല്യൂ വേണം. കാര്യം മനസ്സിലായോ? അപ്പം ഇതുമല്ല, ഇതാണ് കറക്റ്റ് ആൻസർ. എത്തിയോ? ശരി ശരി. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ നാളെ ആണെങ്കിൽ ഫ്രീലി ഫോൾ നോക്കും. ആർക്കെങ്കിലും ആണെങ്കിൽ ഇതിൻ്റെ എല്ലാ ഇക്വേഷൻസും ആണെങ്കിൽ ഇതിൻ്റെ എല്ലാ കംപ്ലീറ്റ് സാധനമാണെങ്കിൽ നമുക്ക് വൺ ഷോട്ടായിട്ട് വേണമെങ്കിൽ പറയുക, എനിക്ക് മെസ്സേജ് അയയ്ക്കുക, അവർക്ക് ഞാനാണെങ്കിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ശരി. ഓക്കെ മക്കളെ.